ശ്രീമദ് ഭഗവത്ഗീത ശങ്കരഭാഷ്യം 16-ാമത്തെ ശ്ലോകം. ഇവിടെ 15-ാമത്തെ ശ്ലോകത്തിൽ ശീതോഷ്ണാദികളെ സഹിക്കണം എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? അതിന് ഉള്ളൊരു സമാധാനമായിട്ടാണ് അടുത്ത് പറയുന്നത്. ഇതൊന്നും വാസ്തവത്തിൽ ഉള്ളതല്ല, അസത്താണ്, കൽപ്പിതമാണ്. അസത്ത് എന്ന് പറഞ്ഞാൽ കൽപ്പിതം എന്ന് പറയും. ഇത് കൽപ്പിതമാണ് എന്നുള്ളതിന് ഭാഷ്യകാരൻ കാരണം പറഞ്ഞ എന്താണ്? വികാരമാണ്, കാര്യമാണ്. കാര്യമായിരിക്കുന്ന സർവവസ്തുക്കളും ചിന്തിച്ചു നോക്കുമ്പോൾ അത് നശിക്കുന്ന വസ്തുവാണ്, മുമ്പും പിമ്പും നിലനിൽക്കാത്തതാണ്, അസത്താണ്. അതിന്റെ കാരണത്തിൽ നിന്നും അത് വേറിട്ട് നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കാര്യം സർവവും അസത്താണെങ്കിൽ ശൂന്യവാദം എന്ന് പറയുന്ന ഒരു ദോഷം വരും. സർവാഭാവ പ്രസംഗം അതാണ്. ശൂന്യം അല്ലെങ്കിൽ സർവാഭാവം അദ്വൈതിക്ക് സ്വീകാര്യമല്ല. അതുകൊണ്ട് അസത്വത്തെ, അദ്വൈതി പറയുന്ന പ്രപഞ്ച അസത്വം, അതിനെ ഭാഷ്യകാരൻ ഇവിടെ വിശദീകരിക്കുകയാണ്. സർവത്ര ബുദ്ധിദ്വയോ ഉപലബ്ധേഹി സദ്ബുദ്ധി അസദ്ബുദ്ധിരിതി. പ്രപഞ്ചം അസത്താണ് എന്ന് യുക്തി കൊണ്ട് സമർത്ഥിക്കുന്ന ഒരു ഭാഗമാണത്. ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഘടകത്തെ എടുത്ത് ചിന്തിക്കുകയാണ്, എങ്ങനെ ഈ പ്രപഞ്ചം അസത്താകുന്നു. അപ്പോൾ പ്രപഞ്ചം അസത്താണ് എന്ന് സമർത്ഥിക്കുന്നതിന് എന്തിനു വേണ്ടി അത് സമർത്ഥിക്കുന്നു? കാരണം അദ്വൈതത്തെ സമർത്ഥിക്കണമെങ്കിൽ, അദ്വൈതം എന്ന സിദ്ധാന്തത്തെ യുക്തി കൊണ്ട് സമർത്ഥിക്കണമെങ്കിൽ പ്രപഞ്ചം അസത്താണെന്ന് അംഗീകരിച്ചേ പറ്റൂ. പ്രപഞ്ചം സത്താണെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്വൈതം സിദ്ധിക്കത്തില്ല. അതുകൊണ്ട് അദ്വൈതത്തെ യുക്തി കൊണ്ട് എവിടെയെങ്കിലും സമർത്ഥിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ യുക്തി കൊണ്ട് ഒരാളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ, അവിടെ ആദ്യം പ്രപഞ്ചം സത്യമല്ല എന്ന് യുക്തി കൊണ്ട് ബോധ്യപ്പെടുത്തേണ്ടി വരും. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ചർച്ച യുക്തിയുടെ ഒരു ബലത്തിൽ പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ അല്പം പ്രയാസമുള്ളതായിട്ട് തോന്നും. ആദ്യം കേൾക്കുന്നവർക്ക് മാത്രമല്ല, രണ്ടാമത് കേട്ടാലും തോന്നും. അത് ഈ വിഷയത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കാരണം അവിടെ ആചാര്യസ്വാമികളുടെ ബുദ്ധി സൂക്ഷ്മത അത് പ്രകടമാകുന്ന ചില ഭാഗങ്ങൾ വരും ഈ ഭാഷ്യത്തിൽ. അപ്പോൾ ആ നിലവാരത്തിലേക്ക് നമുക്ക് ഉയർന്നു ചെന്ന് അതിനെ പെട്ടെന്നങ്ങ് ഗ്രഹിക്കാൻ പറ്റത്തില്ല. നമ്മളതിന്റെ പിറകെ പോകേണ്ടി വരും. അപ്പോൾ കൂടുതൽ വിശദീകരണങ്ങൾ വേണ്ടിവരും. അപ്പോൾ വിശദീകരിക്കുമ്പോൾ
കാര്യം കൂടുതൽ ഗഹനമായും ഗൗരവമുള്ളതായും തീരും. അതാണ് അതിന്റെ വേറെ തകരാറ്. ടീക ടൂകാം അപേക്ഷത എന്ന് പറയും. അതായത് ഒരു കാര്യത്തെ വിശദീകരിക്കാൻ വേണ്ടി ഒരു ടീക വ്യാഖ്യാനം വരും. ആ വ്യാഖ്യാനം മനസ്സിലാക്കണമെങ്കിൽ പിന്നെ അതിന് വേറെ വ്യാഖ്യാനം. ഇതിങ്ങനെ പോകുന്നു. എന്തുകൊണ്ട്? വിഷയം ഗഹനമായൊരു വിഷയത്തെയാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഈ വ്യാഖ്യാനം അല്ലെങ്കിൽ വിശദീകരണം കേട്ടാലും ഞെട്ടിപ്പോകരുത്, സമാധാനപ്പെടണം. നേരത്തെ പറഞ്ഞല്ലോ, മനസ്സിന് സമാധാനം ഉണ്ടെങ്കിലേ ഇത് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇന്ന് ചിലരൊക്കെ ഇവിടെ ഉപേക്ഷിച്ച് പോയതായി കാണും. ഇനി അവരെയൊന്നും ഒരിക്കലും എനിക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷയില്ല. കാരണം ഒറ്റ ദിവസത്തെ പരിപാടി കൊണ്ട് തന്നെ മതിയായി. ഇനി ഈ പരിപാടി നമുക്ക് പറ്റിയതല്ല എന്ന് ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഭയക്കണ്ട. ഇത് അല്പം ശ്രദ്ധിച്ചാലും മനസ്സിലാവും. കാരണം ഇത് മനസ്സിലാക്കണം എന്നുള്ള വാശിയോടുകൂടിയാണ് ഞാനിത് വിശദീകരിക്കുന്നത്. കൂടുതൽ അതിനെ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ദുർഗ്രഹമായൊരു ഭാഗമാണ് എന്നുള്ള ബോധം കൊണ്ട് തന്നെ ഈ ഭാഗം പലതവണ എനിക്ക് ചർച്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും വിശദമായി ഇതുവരെ ചർച്ച ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം എനിക്ക് തന്നെ ബോധ്യപ്പെടുന്നില്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരിത് മനസ്സിലാക്കുന്നില്ലയോ, എനിക്കതിനൊരു വിശ്വാസം വരുന്നില്ല. പുറത്തേക്ക് വരികയാണ്. നമ്മൾ തന്നെ മറഞ്ഞിരിക്കുന്ന ബോധതലങ്ങളിൽ നിന്നും നമ്മളെ തന്നെ വ്യക്തമായ ബോധതലത്തിലേക്ക് ആശയങ്ങൾ കടന്നു വരികയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളതെല്ലാം പുറമേയുള്ളതെല്ലാം വെറും നിമിത്തങ്ങൾ മാത്രം. അതിന് പ്രധാനമായി വേണ്ട മനസ്സിന്റെ ഉണർവാണ്. കാരണം ഇതിന്റെ എല്ലാം സംസ്കാരം നമ്മുടെ ഉള്ളിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ വീണ്ടും ഇത് ഒരിക്കൽ കൂടി ഇത് നമുക്കിത് കേൾക്കാൻ അവസരം ലഭിക്കും. നമ്മളിത് ആദ്യം കേൾക്കുന്നതല്ല, ഒരിക്കലും ആകാൻ വഴിയില്ല. കാരണം ആദ്യം കേൾക്കേണ്ടത് ഇതിനു മുമ്പ് പലതുമുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കേട്ട ആ സംസ്കാരത്തോടു കൂടിയാണ്. തീർച്ചയായിട്ടും ഇത് അങ്ങനെ ഒരു വിശ്വാസമെങ്കിലും കുറഞ്ഞ പക്ഷം നമ്മുടെ മനസ്സിൽ വേണം. ഉണ്ടെങ്കിൽ ഇത് സൂക്ഷ്മമായ ഒരു വിഷയമാണ്. അത് നമുക്ക് പക്ഷെ ഇതിനെ വെറും ലാഘവബുദ്ധിയോടുകൂടി സാധാരണ വ്യാഖ്യാതാക്കൾ ചെയ്യുന്ന പോലെ നിസ്സാരമായി കാണാനും പാടില്ല. അതുകൊണ്ട് അതാണ് പറഞ്ഞത്, ബുദ്ധിക്കൊരു ഉണർവ്, മനസ്സിനൊരു ഉണർവ് ഇതിനാവശ്യമാണെന്ന് പറഞ്ഞു. കാരണം ഇന്നലെ എന്നോടൊരാൾ ചോദിച്ചതിന്റെ മലയാളം വ്യാഖ്യാനം എങ്ങനെയുണ്ട്. അപ്പോൾ ഒരു അഭിപ്രായം പറയണമെങ്കിൽ അത് വായിച്ചു നോക്കണമല്ലോ. അപ്പം ഞാൻ ഇന്നലെ ഇവിടെ നിന്ന് പോയതിനു ശേഷം മലയാളം വ്യാഖ്യാനം എടുത്ത് കാര്യമായിട്ട് ഇതിനൊന്ന് പഠിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ വ്യാഖ്യാനത്തിൽ എല്ലാം തലതിരിഞ്ഞുപോയി. എന്നുവെച്ചാൽ ഇവിടെ നമ്മുടെ ഈ ചർച്ച കേൾക്കുന്ന ഒരാള് അതേസമയം മലയാള വ്യാഖ്യാനം കൂടെ നോക്കുകയാണെങ്കിൽ ആകെ ആശയക്കുഴപ്പത്തിലാവും.
ഒന്നുകിൽ ഇത് മനസ്സിലാവും അല്ലെങ്കിൽ അത് മനസ്സിലാവും. രണ്ടും കൂടി മനസ്സിലാക്കാൻ ഒക്കത്തില്ല. കാരണം രണ്ടിടത്ത് രണ്ട് കാര്യമാണ് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഇതിന്റെ ചർച്ച കഴിയുന്നത് വരെ ആരും ദയവ് ചെയ്ത് മലയാളം വായിക്കരുത്. സംസ്കൃതം അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതിന്റെ സംസ്കൃത വ്യാഖ്യാനങ്ങളുണ്ട്, അത് വായിക്കും. അവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. പക്ഷേ മലയാളത്തിൽ വ്യാഖ്യാനിച്ചിടത്ത് തലതിരിഞ്ഞു പോയി കാര്യങ്ങൾ. അതുകൊണ്ട് അതും ഇതും കൂടി നോക്കരുത്. എളുപ്പത്തിന് വേണ്ടി അത് സഹായകമാണെന്ന് വിചാരിക്കരുത്, പ്രത്യേകിച്ച് ഈ ഭാഗം. കാരണം വ്യാഖ്യാതാക്കൾ പലപ്പോഴും വളരെ ലാഘവത്തോടുകൂടി വേണ്ടത്ര ചിന്തിക്കാതെ മറ്റു ഭാഗങ്ങൾ തർജ്ജിമ ചെയ്യുന്ന പോലെ വെറുതെ തർജ്ജിമ ചെയ്തു വയ്ക്കും. വലിയ ആശയക്കുഴപ്പം വരും. അത് വരരുത്. അതുകൊണ്ട് ഇതങ്ങനെ ആരെങ്കിലും മലയാളം വായിച്ചിട്ടുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ അതൊന്നുകൂടി കറക്റ്റ് ചെയ്യാൻ വേണ്ടി ആ ഭാഗത്തു നിന്ന് ഞാൻ ഒരിക്കൽ കൂടി തുടങ്ങാം. യദ്വിഷയ ബുദ്ധി ന വ്യഭിചരതി തത് സത്. ഏതൊരു വിഷയത്തെക്കുറിച്ചുള്ള അറിവാണോ മാറാതിരിക്കുന്നത് ആ വിഷയം സത്താണ്, സത്യമാണ്. ഇതാണ് ഇവിടെ ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മലയാള വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏതൊരു വിഷയത്തെക്കുറിച്ചുള്ള അറിവാണോ മാറാതിരിക്കുന്നത് ആ അറിവ് സത്യമാണ്. ഇങ്ങനെ ഇവിടെ മുതലേ തിരിഞ്ഞു തുടർന്ന് വരുന്ന എല്ലാ ഭാഗങ്ങളിലും അങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ അർത്ഥം എന്താണോ? ഏതൊരു വിഷയത്തെക്കുറിച്ചുള്ള അറിവാണോ മാറാതിരിക്കുന്നത് യത് വിഷയ. യത് എന്ന് പറയുന്ന ശബ്ദമാണ്. അത് കഴിഞ്ഞിട്ട് തത്, യത്ത് തത്ത്. പഴയ മലയാളത്തിൽ പറഞ്ഞാൽ എല്ല് തല്ല്. ഇത് എപ്പോഴും ഒരു വസ്തുവിനെ കാണിക്കുന്നതായിരിക്കും, ഒരു വസ്തുവിനെ കുറിക്കുകയാണ്. യത്തെന്ന് പറയുന്ന ശബ്ദം കൊണ്ട് ഏതൊന്നിനെയാണോ പറയുന്നത്, ഇത് ഭാഷയുടെ ഒരു പ്രാഥമികമായ നിയമം അല്ലെങ്കിൽ ഒരു ബാലപാഠമാണ്. ഏതൊരു വിഷയത്തെക്കുറിച്ചുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞ് പിന്നീട് തത്തെന്ന് പറയുമ്പോൾ അതിനെയായിരിക്കും ഇവിടെ പരാമർശിക്കുന്നത്. യത് വിഷയ ബുദ്ധി, ഏതൊരു വിഷയത്തെക്കുറിച്ചുള്ള അറിവാണോ മാറാതിരിക്കുന്നത്. തത് എന്ന് പറയുമ്പം ആദ്യം യത് എന്ന് പറഞ്ഞതുകൊണ്ട് അതിനെ തന്നെയാണ് രണ്ടാമത് തത്ത് എന്ന് പറയുന്നത്. അത് എന്ന് പറയുമ്പോൾ ആ വിഷയം ബുദ്ധിയല്ല, ആ വിഷയം സത്താണ് എന്നാണ്. ഇതിനെ വേറെ തരത്തിൽ പറയും അനുവൃത്തി വ്യാവൃത്തി എന്നും പറയും. ഇതിനെ തന്നെ വേറൊരു ഭാഷ പറയും അന്വയം വ്യതിരേകം എന്ന് പറയും. അദ്വൈതത്തിന് അനുവൃത്തി വ്യാവൃത്തി അന്വയം വ്യതിരേകം എന്നൊക്കെ പല ഭാഗങ്ങളിലും ഇത് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അനുവർത്തിക്കുന്നത്, അനുസ്യൂതമായിരിക്കുന്ന അത് ഒന്ന്, അത് സത്യമാണ്. വ്യാവർത്തിക്കുന്നത്, മാറിപ്പോകുന്നത്, അത് അസത്യമാണ്. തുടർച്ചയായിരിക്കുന്ന ഒന്ന് സത്യമാണ്, മാറിപ്പോകുന്ന ഒന്ന് അസത്യമാണ്. തുടർച്ചയായിരിക്കുന്ന എന്നുള്ളതിനെ കാണിക്കാൻ വേണ്ടി അനുവൃത്തി അല്ലെങ്കിൽ അന്വയം എന്ന് പറയും. മാറിപ്പോകുന്നത് എന്നുള്ളതിനെ കാണിക്കാൻ വേണ്ടി വ്യാവൃത്തി അല്ലെങ്കിൽ വ്യതിരേകം എന്ന് പറയും. അത് തർക്കശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കുന്ന അന്വയം വ്യതിരേകമല്ല ഇവിടെ പറയുന്നത്. ഇത് അദ്വൈതത്തിലെ അന്വയം വ്യതിരേകമാണ്. രണ്ടും രണ്ടാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തല്ലോ, യത് വിഷയ ബുദ്ധി. ഒരു വിഷയത്തെ നമ്മൾ അറിയുമ്പോൾ നമ്മളെ അറിവ് ആ വിഷയത്തെ ഉൾക്കൊള്ളുന്നു, അല്ലെങ്കിൽ അറിവിൽ ആ വിഷയം നിൽക്കുന്നു. അതാ സംഭവിക്കുന്നത്. ഇവിടെ പറയും ആ വിഷയം അറിവിന്റെ വ്യഞ്ജകമാണെന്ന് പറയും, അറിവിനെ വ്യഞ്ജിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അറിവ് പ്രകടമാകുന്നതിന് വ്യഞ്ജകമായിട്ട്, അറിവിനെ വ്യഞ്ജിപ്പിക്കുന്നതായിട്ട് ആ വിഷയം നിൽക്കും. ഇവിടെ ഉദാഹരണത്തിൽ പറഞ്ഞു സൻഘടഹ, സൻപടഹ, സൻബാലഹ. സർവവിഷയങ്ങളിലും സർവവിഷയങ്ങളെയും നമ്മൾ അറിയുമ്പോൾ, വിഷയങ്ങളെന്ന് പറയുമ്പോൾ വസ്തുക്കൾ, സർവവസ്തുക്കളെയും നമ്മൾ അറിയുമ്പോൾ
നമ്മുടെ ആ അറിവ്, ആ വസ്തുവിനെ കുറിച്ചുള്ള അറിവ് ഉണ്മയോടുകൂടി ചേർന്നിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം. ഉണ്മയോടുകൂടി ചേർന്നിരിക്കുന്നു ആ അറിവ്. ഇവിടെ ഭാഷ്യകാരൻ പറയുന്ന രീതിയിൽ ഏതൊരു വസ്തുവിനെ നമ്മൾ അറിഞ്ഞാലും എന്തോ ആയിക്കൊള്ളട്ടെ, അറിയുമ്പോൾ ആ അറിവിന് രണ്ട് വിഷയങ്ങൾ വരുന്നു. ഒന്ന് ആ ഉണ്മ, മറ്റൊന്ന് ആ വസ്തു. ഉണ്മയും വസ്തുവും, ഇതാണ് മനസ്സിൽ ധരിച്ചു വയ്ക്കേണ്ട കാര്യം. അപ്പോൾ അറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ, അറിവുള്ളിലാണ് ഉണ്ടാകുന്നത്, വിഷയങ്ങളെയെല്ലാം ബാഹ്യമായി കാണുന്നു. നമ്മൾ അനുഭവപ്പെടുന്ന ബാഹ്യമായിട്ട്. ബാഹ്യമായി കാണുന്ന ആ വിഷയത്തിൽ രണ്ടംശം ഉണ്ടായിരിക്കും. ഒന്ന് ആ വിഷയാംശം, മറ്റൊന്ന് സദംശം. അതായത് ഏതറിവിലും നമ്മൾ സത്യത്തെയും മിഥ്യയെയും, അല്ലെങ്കിൽ സത്യത്തെയും അസത്യത്തെയും, അല്ലെങ്കിൽ സത്യത്തെയും കൽപ്പിതമായ വസ്തുവിനെയും, നമ്മുടെ മനസ്സ് തന്നെ കൽപ്പിക്കുന്ന ആ വസ്തുവിനെയും ചേർത്താണ് അറിയുന്നത്. ഏതറിവുണ്ടായാലും ഒന്ന് വെറും കൽപ്പിതം, മനസ്സ് സൃഷ്ടിക്കുന്നതാണ് ആ മറ്റേ വസ്തു. അതാണ് അതിനെ കൽപ്പിതം എന്ന് പറയുന്നത്, അസത്വം എന്ന് പറയുന്നത്. ബാഹ്യമായി വസ്തുവിൽ ബാഹ്യത, അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ദേശകാലങ്ങളെ ആരോപിച്ച് ബാഹ്യത, അത് പുറമെയാണെന്ന് മനസ്സ് കൽപ്പിക്കുകയാണ്. നമ്മൾ പറയും സാധാരണ, എന്റെ ഉള്ളിൽ അറിവുണ്ടായി എന്ന് പറയും. വാസ്തവത്തിൽ ഈ അറിവിന് ഉള്ളും പുറവും അങ്ങനെ ഒന്നില്ല. ഉള്ളും പുറവും എന്ന് പറയുന്നത് ശരീരത്തിനാണ്. ഈ ശരീരത്തിന് ഉള്ളുണ്ട്. ശരീരത്തിന്റെ ഉള്ളിൽ ഹൃദയമുണ്ട്, അസ്ഥിയുണ്ട്, മജ്ജയുണ്ട്, മാംസമുണ്ട്, ഇങ്ങനെ പല വസ്തുക്കളുണ്ട്. ശരീരത്തിന് പുറത്ത് ബാഹ്യമായ വസ്തുക്കളുണ്ട്, കല്ലും മണ്ണും മരവും എല്ലാം ഉണ്ട്. പക്ഷെ അറിവിൽ വാസ്തവത്തിൽ എന്താണ്? അങ്ങനെ അറിവൊരു ദേശത്തിന്റെ ഉള്ളിലോ അറിവ് ഒരു ദേശത്തിന്റെ പുറമോ, അങ്ങനെ ഉള്ളും പുറവും ഈ അറിവിനില്ല. എന്തുകൊണ്ട്? അത് വ്യാപകമായിരിക്കുന്നു. നമ്മളിവിടെ ഇരുന്നുകൊണ്ട് സൂര്യനെ അറിയുന്നു, ആകാശത്തെ അറിയുന്നു. ആകാശത്തെ അറിവ് ഉൾക്കൊള്ളുന്നുണ്ട്. ആകാശത്തിൽ എവിടെയാണ് ഉള്ളും പുറവും? ആകാശത്തിന്റെ ഉള്ളും പുറവും നമുക്കറിയാൻ പറ്റുമോ? പറ്റുന്നില്ല. ആകാശത്തെയും അറിയുന്നതാണ് അറിവ്. ആ അറിവും അതുപോലെയാണ്, അതിന് ഉള്ളും പുറവുമില്ല. മറിച്ച് വേറെ രീതി വേണമെങ്കിൽ പറയാം, അത് സർവത്തെയും ഉള്ളിലാക്കുന്നു, സർവത്തെയും അത് ആ അറിവിൽ അന്തർഭവിപ്പിക്കുന്നു. ഇതാണ് വേറെ ഭാഗത്ത് പറയുന്നത്, വിശ്വം ദർപ്പണ ദൃശ്യമാന സദൃശീ തുല്യം നിജാന്തർഗതം പശ്യൻ ആത്മനി മായയ ബഹിരിവോദ്ഭൂതം. ഈ ജഗത്തിനെ നമ്മൾ ബാഹ്യമായി കാണുന്നു, പുറമേ വസ്തുക്കൾ നിൽക്കുന്നതായി കാണുന്നു. പരമാർത്ഥത്തിൽ വസ്തുക്കൾ പുറമേയല്ല നിൽക്കുന്നത്. ജഗത്തെ, ലോകത്തെ അറിയുന്നു എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ അറിവിൽ ലോകം നിൽക്കുകയാണ്, അറിവ് ലോകത്തെ ഉൾക്കൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ ആചാര്യസ്വാമികൾ പറഞ്ഞത്, ഒരു കണ്ണാടിയിൽ കാണുന്നത് പോലെ. ഒരു കണ്ണാടിയിൽ ചുറ്റുമുള്ള വസ്തുക്കളുടെ പ്രതിബിംബം കാണുന്നു. ആ പ്രതിബിംബം എവിടെ? കണ്ണാടിക്കുള്ളിലാണ്. കണ്ണാടിക്കുള്ളിലാണത് കാണുന്നത്. അപ്പോൾ കണ്ണാടിക്കുള്ളിൽ കാണുന്ന ഒരു പ്രതിബിംബം പോലെ സ്വബോധമണ്ഡലത്തിൽ ഈ ജഗത്ത് നിലനിൽക്കുകയാണ്. കണ്ണാടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ബാഹ്യമായ ഒരു വസ്തു വേണം. ആ വസ്തു കണ്ണാടി എന്ന് പറയുന്ന പ്രതലത്തിൽ പ്രതിബിംബിക്കണം. ആ കണ്ണാടിയെ നോക്കാൻ ഒരാൾ വേണം. അയാൾ കണ്ണാടിയിൽ പ്രതിബിംബത്തെ കാണുന്നു. പുറമെയുള്ള സർവ്വ വസ്തുക്കളെയും കണ്ണാടിക്കുള്ളിൽ കാണുന്നു. അതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു? കണ്ണാടി ഒരു ഭൗതികമായ വസ്തുവാണ്, തൈജസ്സമായ വസ്തുവാണ്.
പക്ഷെ ഇവിടെ അറിവിലതല്ല സംഭവിക്കുന്നത്. അറിവ് ഭൗതികമല്ല, തൈജസമല്ല, അത് ചൈതന്യമാണ്. ചൈതന്യമായതുകൊണ്ട് അതിന് മറ്റൊന്നിന്റെയും സഹായം കൂടാതെ ഈ ജഗത്തെ തന്റെ ഉള്ളിൽ തന്നെ പ്രതിബിംബിച്ച് നിർത്താൻ കഴിയും. ഒരു വിഷയത്തെ കാണുമ്പോൾ വാസ്തവത്തിൽ അതാണ് സംഭവിക്കുന്നത്. അങ്ങനെയുള്ളൊരു വിഷയ അനുഭവത്തെ ഇവിടെ വിശകലനം ചെയ്യുകയാണ്. യത് വിഷയ ബുദ്ധി. നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ വസ്തുവിനെ അറിയുന്നു, അറിവ് അതിനെ ഉൾക്കൊള്ളുന്നു. അങ്ങനെ ഉൾക്കൊള്ളുമ്പോൾ ചില ഭാഗങ്ങളിൽ ഒരു വിഷയത്തെ നമ്മൾ അറിയുമ്പോൾ എപ്പോഴും അറിവ് ആ വിഷയത്തോട് ചേർന്ന് തന്നെ നിൽക്കുന്നു. ഇത് പുസ്തകമാണ് എന്നറിയുന്നു. ഈ അറിവ് പുസ്തകത്തിനോട് ചേർന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ പുസ്തകം അറിവിനോട് ചേർന്ന് നിൽക്കുന്നു ഇതിനറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷെ അടുത്ത നിമിഷം വേറൊരു വസ്തുവിനെ അറിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ വിഷയം അറിവിൽ നിന്നും മാറിപ്പോകുന്നു. വിഷയം മാറിപ്പോകുന്നു. അറിവ് നിലനിൽക്കുന്നുവെങ്കിലും അറിവിന് പുതിയൊരു വിഷയം കൈവരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. പുസ്തകത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശരി തന്നെ അറിവിന് വിഷയമായിരിക്കുന്ന പുസ്തകം. പക്ഷേ അടുത്ത നിമിഷം വേറൊരു വസ്തുവിനെ അറിയുമ്പോൾ എന്ത് ചെയ്യുന്നു? അറിവിന് അവിടെ മാറ്റം വരുന്നു. എങ്ങനെ? അറിവിന് പുതിയൊരു വിഷയം വരുന്നു. അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. യത് വിഷയ ബുദ്ധി. ഏതൊരു വിഷയത്തെക്കുറിച്ചുള്ള ബുദ്ധിയാണോ എന്ന വ്യഭിചരിത് മാറാതിരിക്കുന്നത് തത് സത്ത്, അത് സത്താണ്. ആ വിഷയം സത്താണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, മാറുന്നു. പുസ്തകത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അടുത്ത നിമിഷം ഞാൻ മേശയെ അറിയുന്നു. അപ്പോൾ അറിവിന്റെ വിഷയം മാറി. വിഷയം മാറിയതുകൊണ്ടെന്താണ്? യത് വിഷയ ബുദ്ധി വ്യഭിചരതി തദസത്. ഏതൊരു വിഷയത്തെക്കുറിച്ചുള്ള ബുദ്ധിയാണോ മാറിപ്പോകുന്നത്, പുസ്തകത്തെക്കുറിച്ചുള്ള ബുദ്ധി മാറിപ്പോയി. അതുകൊണ്ടെന്താണ്? തത്, ആ പുസ്തകം അസത്, അത് കൽപ്പിതമാണ്. അതിന്റെ മനസ്സിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. മനസ്സിന് പുറത്ത്, അറിവിന് പുറത്ത് നിൽക്കുന്ന ഒന്നല്ല. പുറത്തായി കാണുന്നതോ? പുറത്തായി കാണുന്നത് അറിവ് തന്നെ കൽപ്പിച്ച ബാഹ്യദേശം. ഇവിടെ അറിവിൽ തന്നെ. അറിവ് സ്വയം തന്റെ അറിവിൽ ഉള്ളും പുറവും കൽപ്പിക്കുകയാണ്. അറിവ് തന്നെയാണ് ആ കൽപ്പന ചെയ്യുന്നത്. കൽപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അറിവ് പറയുന്നു എന്റെ ഉള്ളിൽ അറിവ്, ആ അറിവ് തന്നെ പറയുന്നു പുറമേ വസ്തു. ഇത് അറിവ് കൽപ്പിക്കുന്ന രണ്ടാണ്, ഉള്ളും പുറവും. വേറെ തരത്തിൽ അഹന്തയും ഇദന്തയും. ഞാൻ എന്നുള്ള ഭാവം അതിനോട് ചേർന്ന് വരുന്ന ഉള്ള്, ഇത് എന്ന് പറയുന്ന ഭാവം അതിനോട് ചേർന്ന് വരുന്ന പുറം. ഇത് രണ്ടും അറിവിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു യത് വിഷയ ബുദ്ധി. ഏതൊരു വിഷയത്തെക്കുറിച്ചുള്ള അറിവാണോ വ്യഭിചരതി മാറിപ്പോകുന്നത്, തത് എന്ന് പറഞ്ഞാൽ ആ വിഷയം അസത്, കൽപ്പിതമാണ്. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ പുസ്തകം അത് കൽപ്പിതമാണ്. എന്തുകൊണ്ട്? അതിനെക്കുറിച്ചുള്ള അറിവ് മാറുന്നു. എങ്ങനെ മാറുന്നു? പുസ്തകത്തെ അറിയുമ്പോൾ പുസ്തകം എന്നുള്ള അറിവ്, പേനയെ അറിയുമ്പോൾ പേന എന്നുള്ള അറിവ്, മേശ അറിയുമ്പോൾ മേശ എന്നുള്ള അറിവ്. അപ്പൊ അറിവ് അവിടെ മാറി മാറി വരുന്നുണ്ട്. ആ അറിവിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളും മാറിപ്പോകുന്നു. മാറിപ്പോകുന്ന എങ്ങനെ സത്യമാവും? സത്യമല്ലെങ്കിൽ അതെന്താവും? കൽപ്പിതമായിരിക്കും. ഏതുപോലെ? സ്വപ്നത്തെ പോലെ. അവിടെ കണ്ടതൊന്നും ഇപ്പോ ഇല്ല, മാറിപ്പോയി. അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? അത് കൽപ്പിതമാണ്, സ്വപ്നകൽപ്പിതം. അതുതന്നെയാണ് ഈ ഉണർന്നിരിക്കുന്ന സമയത്ത് ഓരോ വിഷയങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും വാസ്തവത്തിൽ അറിവ് കൽപ്പിക്കുന്ന വിഷയങ്ങളെയാണ് അറിവ് അറിയുന്നത്. അത് ബാഹ്യദേശത്തെ, വർത്തമാനകാലത്തെ, ദേശകാലങ്ങളെ കൽപ്പിച്ച് വസ്തുക്കളെ അറിയുന്നു. പ്രതിക്ഷണം അറിവ് മാറിക്കൊണ്ടിരിക്കുന്നു, വസ്തുക്കളും മാറുന്നു. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സർവ്വ വസ്തുക്കളും കൽപ്പിതമാണ്. ഇതി സദസദ് വിഭാഗേ ബുദ്ധിതന്ത്രേ സ്ഥിതേ. ഇങ്ങനെ സത് അസത് വിഭാഗം, സത്ത് അസത്ത്, സത്യം കൽപ്പിതം എന്നുള്ള വിഭാഗം, ഈ വേർതിരിവ് ബുദ്ധിതന്ത്രേ, ബുദ്ധിക്ക് അധീനമാണ്, അറിവിനധീനമാണ്. സ്ഥിതേ എന്നിരിക്കെ
എന്നർത്ഥം. ഇത് അറിവിനധീനമാണത് എന്ന് പറയുമ്പോൾ വസ്തുവിന് അധീനമല്ല എന്നർത്ഥം. അറിവ് തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം എന്ന് പറഞ്ഞത്. പ്രപഞ്ചം ദർപ്പണത്തിൽ ദൃശ്യമായ നഗരം പോലെ അറിവിൽ പ്രതിബിംബിച്ചു നിൽക്കുന്നു എന്ന് പറയുന്നതാണ്. ഇത് അറിവിനധീനമാണ്. അല്ല ബാഹ്യമായി ഒരു വസ്തു ഇരുന്നിട്ട് അതിനെ അറിയുന്നതല്ല. അപ്പോൾ പെട്ടെന്ന് ആൾക്കാർ ചോദിക്കും, ഇത്ര സ്ഥൂലമായ മാനങ്ങളെല്ലാം ഉള്ള നീളം, വീതി, ഘനം തുടങ്ങിയുള്ള ഒരു വസ്തു നമ്മുടെ അറിവിന്റെ ഉള്ളിലെങ്ങനെ, അതെങ്ങനെ സംഭവിക്കും? അങ്ങനെ ചോദിക്കുന്നത് എന്തുകൊണ്ട്? അറിവിനെയും സംബന്ധിച്ച് നമ്മൾ അതും ഒരു വസ്തുവായി, ഒരു പദാർത്ഥമായി, ബാഹ്യമായ നമ്മൾ കാണുന്ന ഈ സ്ഥൂലമായ പദാർത്ഥം പോലെ ഒരു പദാർത്ഥമാണെന്ന് കൽപ്പിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? അങ്ങനെ ഒരു പദാർത്ഥത്തിൽ മറ്റൊരു പദാർത്ഥത്തിന് ഇരിക്കാൻ പറ്റത്തില്ല എന്നാണ്. കാരണം വസ്തുക്കളെല്ലാം ദേശപരിച്ഛിന്നമാണ്. ഒരു വസ്തു ഇരിക്കുന്നിടത്ത് ആ കാലത്തിൽ വേറൊരു വസ്തുവിന് ഇരിക്കാൻ പറ്റത്തില്ല. വസ്തു ഇരിക്കുന്നിടത്ത് പുസ്തകത്തിന് ഇരിക്കാൻ പറ്റും. അതുപോലെ അറിവും ഒരു പദാർത്ഥമാണ്, അതിൽ മറ്റൊരു പദാർത്ഥത്തിന് ഇരിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ ധരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംശയിക്കുന്നത്. അറിവൊരു പദാർത്ഥമല്ല. അറിവ് ബാഹ്യ വസ്തുക്കളെപ്പോലെ ഒരു വസ്തുവല്ല. എങ്ങനെ? നീളം, വീതി, ഘനം എല്ലാം ഉള്ള ഒരു പദാർത്ഥമല്ല. മറിച്ച് എന്താണ്? അത് തേജസ് പോലെ ഒരു പ്രകാശമാണ്. അനുഭവത്തിന് വിഷയമാകുന്ന വസ്തുക്കളെപ്പോലെ അല്ല, മറിച്ച് അത് അനുഭവ സ്വരൂപമാണ്. അതിനെ ഉപമിക്കാൻ മറ്റൊന്നുമില്ല, അതിനോട് ഉപമിക്കാൻ മറ്റൊന്നുമില്ല. അതിനെ വിശേഷിച്ചറിയേണ്ടുന്ന ആവശ്യവും വരുന്നില്ല. കാരണം അത് സ്വയം അറിവായിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അറിവ്, ബുദ്ധി, അതിന് അധീനമായിട്ടാണ് ഈ സത് അസത്, സത്യ മിഥ്യാത്വ കൽപ്പന. അതുകൊണ്ട് സർവത്ര ദേ ബുദ്ധി സർവൈർ ഉപലഭ്യേതേ. അതുകൊണ്ട് സർവത്ര എന്ന് വെച്ചാൽ എല്ലാ അനുഭവങ്ങളിലും, ഈ പ്രപഞ്ചത്തിൽ ഏതൊന്നിനെ അനുഭവിച്ചാലും ശരി, തന്റെ ശരീരമോ മനസ്സോ ബുദ്ധിയോ അല്ലെങ്കിൽ പുറമേ ഉള്ളതായി അനുഭവപ്പെടുന്ന ഏതൊരു വസ്തുവിനെ അനുഭവിച്ചാലും സർവൈഹി സർവജീവന്മാർക്കും ദേ ബുദ്ധി ഉപലഭ്യതേ. രണ്ടറിവ്. ഒരു വസ്തുവിനെ അറിയുമ്പോൾ ഈ തരത്തിലുള്ള രണ്ടറിവുണ്ടാകുന്നു. എങ്ങനെ? സമാനാധികരണേ. ഈ സമാനാധികരണം കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചാണ്. സമാനാധികരണത്തിൽ എന്നർത്ഥം. ഇവിടെ എന്താണ്? ഉള്ളതായ ഒരു വസ്തു, അത് പുസ്തകമായിക്കൊള്ളട്ടെ, ഇതിനെ സത്തെന്നറിയുന്നു, ഉള്ളതെന്നറിയുന്നു. അങ്ങനെ അറിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അറിവ് ഈ വസ്തുവിനെ ഉൾക്കൊള്ളുന്നു. അറിവിൽ ഈ വസ്തു പ്രകാശിക്കുന്നു. അറിവിൽ ഈ വസ്തു സ്ഫുരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അറിവിനിവിടെ രണ്ട് വിഷയങ്ങളുണ്ട്. ഉള്ളതായ ഈ പുസ്തകത്തെ നമ്മൾ അറിയുമ്പോൾ, പുസ്തകത്തെ ഉള്ളതായിട്ടാണ് നമ്മൾ അറിയുന്നത്, ഇല്ലാത്തതായിട്ട് അറിയുന്നില്ല. അത് നമ്മുടെ മുമ്പേ ഇരിക്കുമ്പോൾ ഒന്നാ ഉണ്മ, മറ്റൊന്നാ പുസ്തകം. അതിന് നമ്മൾ രണ്ട് ശബ്ദവും പ്രയോഗിക്കുന്നുണ്ട്. ഉള്ളതായ പുസ്തകം. ഇവിടെ ഉള്ളത് എന്ന് പറയുന്നതിന്റെ അർത്ഥം വേറെ, പുസ്തകം എന്ന് പറയുന്നതിന്റെ അർത്ഥം വേറെ. ഭിന്ന അർത്ഥത്തിലുള്ള രണ്ട് ശബ്ദങ്ങളാണ്. പക്ഷെ ഈ രണ്ട് ശബ്ദങ്ങൾ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു വസ്തുവിനെ ബോധിപ്പിക്കുന്നു. ഏതിനെ? സത്തിനെ. ഇപ്പൊ ചോദിക്കും, പുസ്തകമില്ല. ഇല്ല, അത് കല്പിതമാണ്. വാസ്തവത്തിൽ ഇത് ഒന്നിനെ ബോധിപ്പിക്കുന്നുള്ളൂ. അതിനാണ് കഴിഞ്ഞ ദിവസം ഉദാഹരണം പറഞ്ഞത്. സോയം ദേവദത്ത, തത് അവൻ, അയം ഇവൻ. ഈ രണ്ട് ശബ്ദങ്ങളുടെ അർത്ഥം വേറെ വേറെയാണ്. പക്ഷേ ഈ രണ്ട് ശബ്ദങ്ങൾക്കും സ്വതന്ത്രമായ വേറെ അർത്ഥമുണ്ടെങ്കിലും അവിടെ ഒരു വ്യക്തിയെ ബോധിപ്പിക്കുകയാണ്, ദേവദത്തൻ. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. സൻ
സത്ത്, ഘടഹ, കുടം രണ്ടും കൂടി ചേർന്നിട്ട് ഒരു വസ്തുവിനെ, സത്തിനെ ബോധിപ്പിക്കുന്നു. അപ്പൊ ചോദിക്കും, മറ്റത് ബോധിക്കുന്നില്ലേ? ബോധിക്കുന്നുണ്ടെങ്കിലും അത് കൽപ്പിതമാണ്. അവിടെ ഒന്നേ ഉള്ളൂ വാസ്തവത്തിൽ ബോധിക്കാൻ, സത്ത് മാത്രം. മറ്റു സത്തിൽ ആരോപിച്ചിരിക്കുകയാണ്. അതിനാണ് യുക്തി ഇവിടെ പറയുന്നത് എന്താണ്? അതിനെ സംബന്ധിച്ചുള്ള അറിവ് മാറിപ്പോകുന്നു. അത് അനുസ്യൂതമല്ല, അതിന് വ്യാവൃത്തി സംഭവിക്കുന്നു. വ്യാവൃത്തമായിരിക്കുന്നത് അനുവൃത്തമായിരിക്കുന്നതിൽ കൽപ്പിക്കുന്നതാണ്. ഇതാണ് നിയമം. വ്യാവൃത്തമാകുന്ന ഒരു വസ്തു അനുവൃത്തമാകുന്നതിൽ കൽപ്പിക്കും. അനുവൃത്തമായിരിക്കുന്ന സത്തിൽ വ്യാവൃത്തമായിരിക്കുന്ന കുടം കൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിൽ പല സംശയങ്ങളുണ്ട്. അതെങ്ങനെ കൽപ്പിക്കും? അതിനുള്ള സമാധാനമാണ് ഇനി പറഞ്ഞു വരുന്നത്. ഈ തുടർന്ന് വരുന്ന ഭാഗങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് നമുക്ക് വ്യക്തമാവും എന്ത് യുക്തി ഉപയോഗിച്ചാണ് അതിനെ സമർത്ഥിക്കുന്നത്. പക്ഷേ സമാനാധികരണം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് അത് മുഖ്യ സമാനാധികരണം എന്നതിന് പേര് പറയും. ഗൗണ സമാനാധികരണമുണ്ട്. മുഖ്യ സമാനാധികരണത്തിൽ എന്താണ് സംഭവിക്കുന്നത്? വസ്തു ഏകമായിരിക്കും. അതായത് രണ്ട് ശബ്ദങ്ങളെ കൊണ്ട് ബോധിപ്പിക്കുന്ന വസ്തു ഒന്ന് തന്നെയായിരിക്കും. അവിടെ രണ്ട് കാണത്തില്ല. സൻ ഘടഹ എന്ന് പറയുന്നിടത്ത് വാസ്തവത്തിൽ പരമാർത്ഥത്തിൽ ഒരു വസ്തുവിനെ ബോധിപ്പിക്കുന്നുള്ളൂ. മറ്റൊരു വസ്തുവിനെ കൂടി നമ്മൾ അറിയുന്നുണ്ടെങ്കിലും അത് കൽപ്പിതമാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ തള്ളിക്കളയുന്നു. പക്ഷേ ഗൗണസമാനാധികരണം വരുന്നിടത്ത് ഇതേപോലെ രണ്ട് ശബ്ദങ്ങൾ ചേർന്ന്, ഉദാഹരണം നീലോത്പലം ബോധിപ്പിക്കുന്നിടത്ത് വസ്തു ഐക്യം വരില്ല, വസ്തു രണ്ടായിരിക്കും. ഉദാഹരണം നീലോത്പലം എന്ന് പറയുന്നു. നീലോത്പലം എന്ന് പറയുന്നിടത്ത് നീലം ഉത്പലം എന്നാണ് അതിന്റെ അർത്ഥം. നീലം എന്ന് പറഞ്ഞാൽ നീല നിറം, ഉത്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമര. അപ്പൊ നീല നിറമുള്ള താമര. ഇവിടെ എന്താണ് നീലം ഉത്പലം എന്ന് പറയുന്നത്? സമാന വിഭക്തിയിലുള്ള രണ്ട് പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ രണ്ട് പദങ്ങളും വിഭിന്നമായ രണ്ടർത്ഥത്തെ ബോധിപ്പിക്കുന്നു. ഈ രണ്ട് അർത്ഥങ്ങൾക്കും തമ്മിൽ, ശബ്ദങ്ങൾക്കല്ല, ആ രണ്ടർത്ഥങ്ങൾക്കും തമ്മിലുള്ള ബന്ധം എന്താണ്? അഭേദമല്ല, മറിച്ച് ധർമ്മധർമ്മി ഭാവമാണ്, ധർമ്മധർമ്മി സംബന്ധമാണ്. ഉത്പലം എന്ന് പറയുന്ന ഒരു വസ്തുവിൽ നീലം എന്ന് പറയുന്ന ഒരു ധർമ്മം ഇരിക്കുകയാണ്. അതാണ് ഈ വാക്യ ഇതിൽ പറയുന്നത്, ഈ വാക്യം പറയുന്നത്. നീലം എന്ന് പറയുന്ന ഗുണം, ആ ധർമ്മം ഉത്പലം എന്ന് പറയുന്ന വസ്തുവിലിരിക്കുന്നു. ഒന്ന് മറ്റൊന്നിലിരിക്കുന്നു. ഏതിലാണോ ഇരിക്കുന്നത് അതിനെ ധർമ്മി എന്നും, ഏതാണോ ഇരിക്കുന്നത് അതിനെ ധർമ്മം എന്നും പറയും. നമ്മൾ ഗീതയിൽ പറയുന്ന ധർമ്മമല്ല ഇവിടെ ധർമ്മത്തിന് അർത്ഥ വ്യത്യാസമുണ്ട്. സ്വധർമ്മമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു. നീലം എന്ന് പറയുന്നത് എന്താണ്? ഉത്പലത്തിന്റെ ഒരു ധർമ്മം. അപ്പൊ നീല ശബ്ദം ധർമ്മത്തെ ബോധിപ്പിക്കുന്നു, ഉത്പല ശബ്ദം ധർമ്മിയെ ബോധിപ്പിക്കുന്നു. ഇവിടെ രണ്ട് വ്യത്യസ്ത വസ്തുക്കളെയാണ് ബോധിപ്പിക്കുന്നത്. എന്നുവെച്ചാൽ വ്യാവഹാരികമായി ഉള്ളൊരു ഉദാഹരണം എടുക്കുകയാണ്. ആ ഉദാഹരണത്തിൽ നമ്മൾ വ്യാവഹാരികമായി ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ഭിന്ന വസ്തുക്കളെ ബോധിപ്പിക്കുകയാണ്. നീലം എന്ന് പറയുന്ന ധർമ്മത്തെയും ഉത്പലം എന്ന് പറയുന്ന ധർമ്മിയെയും. അപ്പൊ ഇവിടെ സമാന വിഭക്തിയുള്ള രണ്ട് ശബ്ദങ്ങൾ നീലം ഉത്പലം ഒരേ അർത്ഥത്തെ അല്ല ബോധിപ്പിക്കുന്നത്, മറിച്ച് പരസ്പര ബന്ധമുള്ള രണ്ടർത്ഥങ്ങളെയാണ് ബോധിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? വസ്തു ഐക്യം സംഭവിക്കുന്നില്ല. പക്ഷെ സൻഘട എന്ന് പറയുന്നിടത്ത് അങ്ങനെയല്ല. അവിടെയും സമാനാധികരണമുണ്ട്. അവിടെ ആ രണ്ട് ശബ്ദങ്ങളും ചേർന്ന് ഒരു വസ്തുവിനെ ബോധിപ്പിക്കുന്നു. എന്തുകൊണ്ട്? അവിടെ സത്ത് സത്യവും അതിനോട് ചേർന്ന് അനുഭവപ്പെടുന്ന വസ്തു അതെന്തായാലും അത് കൽപ്പിതമാകുന്നു. അതുകൊണ്ട് മുഖ്യ സമാനാധികരണത്തിൽ എന്താണ് സംഭവിക്കുന്നത്? രണ്ട് ശബ്ദങ്ങൾ ഒരേ അർത്ഥത്തെ ബോധിപ്പിക്കും. അതായത് അവിടെ രണ്ട് ശബ്ദങ്ങളുടെയും അർത്ഥത്തിന്, വസ്തുവിന് ഐക്യം സിദ്ധിക്കുന്നു. ഗൗണസമാനാധികരണത്തിലോ രണ്ട് ശബ്ദങ്ങൾ രണ്ട് ഭിന്ന വസ്തുക്കളെ, പരസ്പര ബന്ധമുള്ള രണ്ട് ഭിന്ന വസ്തുക്കളെ ബോധിപ്പിക്കും. അവിടെ വസ്തു ഐക്യമല്ല സിദ്ധിക്കുന്നത്, മറിച്ച് പദാർത്ഥ ഭേദം സിദ്ധിക്കുന്നു.
അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ന നീലോത്പലവത്. ഇതിവിടെ എന്തിനു പറയുന്നു? കാരണം ഒരാശയത്തെ വിശദീകരിക്കുന്നതിന് ഭാഷ ഉപയോഗിക്കും. ഭാഷയ്ക്ക് ചില നിയമങ്ങളുണ്ട്. എന്തിന്? അർത്ഥത്തെ ബോധിപ്പിക്കുന്നതിന്. അപ്പൊ ആ നിയമങ്ങളെ വിട്ടിട്ട് ഭാഷ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉടൻ ചോദിക്കും എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന്. അതുകൊണ്ട് ഭാഷാ നിയമങ്ങൾക്കനുസരിച്ച് ആശയത്തെ വിശദീകരിക്കുന്നതിന് വേണ്ടി ഈ കാര്യങ്ങൾ പറയുകയാണ്. ഇതൊന്നും ഭാഷ്യകാരൻ ഇപ്പോൾ പ്രത്യേകിച്ച് കണ്ടുപിടിച്ച് അദ്വൈതം പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇതെല്ലാം മറ്റ് ശാസ്ത്രകാരന്മാർ അംഗീകരിച്ചിട്ടുള്ള ചില തത്വങ്ങളെ അവർ കൂടി ബോധ്യപ്പെടുത്തത്തക്ക രീതിയിൽ അദ്വൈതത്തെ വിശദീകരിക്കുമ്പോൾ ഇവിടെ പറയുകയാണ്. അല്ല, ഇത് ഒരു പുതിയ വിഷയത്തെ അവതരിപ്പിക്കുകയല്ല. അപ്പോൾ നീലോത്പലം എന്ന് പറയുന്നിടത്തും സൻഘട എന്ന് പറയുന്നിടത്തും അവിടെ ശബ്ദബോധം ഉണ്ടാകുന്നത് രണ്ടു തരത്തിലാണ്. ഒരിടത്ത് എന്ത് ചെയ്യുന്നു? വസ്തുവിന്റെ ഏകത്വബോധം ഉണ്ടാകുന്നു. മറ്റിടത്താണെങ്കിലോ രണ്ട് ഭിന്ന വസ്തുക്കളെ കുറിച്ച് ബോധമുണ്ടായി അത് രണ്ടും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നു. നീല നിറമുള്ള ഉത്പലം എന്നുള്ള ബോധം ഉണ്ടാകുന്നു. അവിടെ നമുക്ക് തീർച്ചയായിട്ടും രണ്ട് വസ്തുവിന്റെ ബോധം ഉണ്ടാകുന്നു. അത് പരസ്പരം ബന്ധപ്പെട്ട് ഒന്നാകുന്നുണ്ടാകും. അത് ശരിയാണ്. എന്നാലും വ്യത്യസ്തമായ രണ്ട് വസ്തുക്കളെ, ധർമ്മധർമ്മികളെ അറിഞ്ഞ് അവയെ പരസ്പരം ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ബന്ധിച്ചതിന് ശേഷമേ അതൊന്നാകുന്നുള്ളൂ. പക്ഷെ രണ്ടിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടായി ഒന്നാവുകയാണ്. അവിടെ രണ്ടിനും വ്യാവഹാരികമായ സത്യത്വമുണ്ട്. പക്ഷെ ഇവിടെ സൻഘട എന്ന് പറയുന്നിടത്തോ അവിടെ ഒന്നിനെ സത്യത്വമുള്ളൂ, മറ്റത് കൽപ്പിതമാണ്. അതാണ് ഇവിടെ പറയുന്നത് ന നീലോത്പലവൻ. ഞാനിവിടെ പറയുന്ന സമാനാധികരണം നീലോത്പലത്തെ പോലെ ഗൗണമായ അപ്രധാനമായ സമാനാധികരണമല്ല, മറിച്ച് വസ്തു ഏകത്വത്തെ ബോധിപ്പിക്കുന്ന സമാനാധികരണമാണ്. അതാണ് വിശദീകരിക്കുന്നത് സൻഘട സൻപട സൻഹസ്തി ഇതി. ഏവം സർവത്ര. ഏത് വിഷയ അനുഭവം ഉണ്ടാകുന്നിടത്തും ഈ യുക്തി നമുക്ക് പ്രയോഗിച്ചു നോക്കാം. എല്ലായിടത്തും നമുക്ക് ഏത് വസ്തുവിനെ അറിഞ്ഞാലും ശരി, സർവത്ര നമ്മളെന്താണ് അറിയുന്ന ആ വസ്തു ഉണ്ട് എന്നാണ്. ഉണ്മ സർവ വിഷയ അനുഭവങ്ങളോടും കൽപ്പിത വസ്തുക്കളോടും ചേർന്ന് നിൽക്കുന്നു, ചേർന്ന് അനുഭവപ്പെടുന്നു. അപ്പോൾ ഉണ്മയെക്കുറിച്ചുള്ള അറിവിന് ഒരിടത്തും മാറ്റമില്ല. അതുകൊണ്ട് ആ ഉണ്മ സത്യമാണ്. ആ അറിവിന് വിഷയമായിരിക്കുന്ന ഉണ്മ സത്യമാണ്. മറിച്ച് ആ ഉണ്മയോട് ചേർന്നറിയുന്ന വസ്തു കൽപ്പിതമാണ് എന്നാണ്. അത് തന്നെ അടുത്ത് വിശദീകരിക്കുന്നു. തയോഹോ ബുദ്ധിയോഹോ ഘടാതി ബുദ്ധിർ വ്യഭിചരതി. ഈ പറഞ്ഞ രണ്ടറിവുകൾ സൻഘട സൻപട. ഇവിടെ രണ്ടറിവെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഇവിടെ രണ്ട് ശബ്ദം പ്രയോഗിക്കുന്നു, രണ്ടർത്ഥത്തിലുള്ള രണ്ട് ശബ്ദം പ്രയോഗിക്കുന്നു. അപ്പോൾ ഒരു ശബ്ദത്തിന് ഒരറിവ്, രണ്ട് ശബ്ദത്തിന് രണ്ടറിവ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആ രണ്ട് അറിവുകളിൽ എന്താണ്? തയോഹോ ബുദ്ധിയോഹോ. ആ രണ്ട് അറിവുകളിൽ ഘടാതി ബുദ്ധി വ്യഭിചരതി. കുടം, വസ്ത്രം, ആന തുടങ്ങിയവയെ വിഷയമാക്കുന്ന ബുദ്ധി. ഘടാതി ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവയെല്ലാം വിഷയമാക്കുന്ന, അല്ലെങ്കിൽ ഇതിനെയെല്ലാം അറിയുന്നതായ ആ അറിവ് മാറിപ്പോകുന്നു. ആ അറിവ് മാറിപ്പോകുന്നുണ്ട് എന്ത് വരുന്നു? ആ വസ്തു കൽപ്പിതമാണ്. അതാണ് അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ വ്യക്തമായി പറഞ്ഞാൽ അവിടെ മനസ്സിലായിക്കോണം. ആ വിഷയം, അറിവ് മാറുന്നതുകൊണ്ട് വിഷയം കൽപ്പിതം, അറിവ് മാറിയില്ലെങ്കിൽ വിഷയം സത്യം. തഥാച ദർശിതം. ഇക്കാര്യം ഇത് തുടങ്ങുമ്പോൾ അത് ഞാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ്, ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്നർത്ഥം. എവിടെയാണ്? നഹി ശീതോഷ്ണാദി സകാരണം പ്രമാണൈഹി നിരൂപ്യമാണം വസ്തുസദ്ഭവതി വികാരോ ഹി സഹ വികാരസ്ഥ വ്യഭിചരതി. അവിടെ വികാരങ്ങളെല്ലാം മാറിപ്പോകുന്നതാണ്. ആ ഭാഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നർത്ഥം. എന്താണ്? ഇതെല്ലാം കാര്യങ്ങളാണ്, അതെല്ലാം മാറിപ്പോകും. അതിന്റെ അറിവ് മാറുന്നു, വസ്തുവും മാറുന്നു എന്നർത്ഥം. നതു സദ്ബുദ്ധി. സദ്ബുദ്ധിക്ക് മാറ്റം ഉള്ളതായി കാണുന്നേയില്ല. അറിവുണ്ടോ? ഉണർന്നിരുന്ന് വിഷയങ്ങളെ അറിയുന്നുണ്ടോ? അവിടെ സദ്ബുദ്ധിയും ഉണ്ടായിരിക്കും. സർവ വസ്തുക്കളെയും അസ്ഥി അസ്ഥി അസ്ഥി
ഉണ്ട് 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 എന്നിങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. തസ്മാത് ഘടാതിബുദ്ധി വിഷയോ അസത്. അതുകൊണ്ട് പറഞ്ഞ കാര്യത്തെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. അതുകൊണ്ട് ഘടാതിബുദ്ധി വിഷയോ, ഘടാതിബുദ്ധി, ഘടം എന്ന് തുടങ്ങിയ അറിവ്, അതിന്റെ വിഷയം, അതായത് ഇവിടെ പറയുന്ന കുടവും വസ്ത്രവും ആനയും മറ്റും അസത്, കൽപ്പിതമാണ്. എന്തുകൊണ്ട്? വ്യഭിചാര. നേരത്തെ പറഞ്ഞല്ലോ, വികാരശ്ച വ്യഭിചരതി, വികാരങ്ങൾ മാറിപ്പോകുന്നു, അതും മാറിപ്പോകുന്നു. ഇവിടെ പറയുന്നുണ്ട് എന്താണ്? എങ്ങനെയാണോ ബുദ്ധി മാറുന്നത് അതുപോലെ വിഷയവും മാറിപ്പോകുന്നു. പുസ്തകത്തെ അറിഞ്ഞപ്പോൾ ബുദ്ധിയിലുണ്ടായിരുന്ന വിഷയം മേശ അറിയുമ്പോൾ ഇല്ല, മാറിപ്പോകുന്നു. വ്യഭിചാര നതു സദ്ബുദ്ധി വിഷയ അവ്യഭിചാര. പക്ഷേ സദ്ബുദ്ധിയുടെ വിഷയം, സത്തെന്ന് അറിയുമ്പോൾ അല്ലെങ്കിൽ ഉണ്ട് എന്നറിയുമ്പോൾ എന്തിനാണോ നമ്മൾ അറിയുന്നത് അതാണ് അതിന്റെ വിഷയം. എന്തിനെ അറിയുന്നു? ഉണ്മയെ. വസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഉണ്മയെ, അതാണെന്ത്? സദ്ബുദ്ധി വിഷയ, ഉണ്ട് എന്നുള്ള അറിവിന്റെ വിഷയം. അതെന്താണ്? മാറിപ്പോകുന്നില്ല, അവ്യഭിചാര. അതിനൊരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല. അവിടെ അറിവും മാറുന്നില്ല, വിഷയവും മാറുന്നില്ല. മറിച്ചാണെങ്കിലോ അറിവും മാറുന്നു, വിഷയവും മാറുന്നു. അറിവ് മാറുന്നതുകൊണ്ട് വിഷയം മാറുന്നു എന്നുള്ള ഒരു യുക്തിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അറിവ് മാറുന്നില്ലേ, വിഷയം മാറുന്നില്ല. മാറുന്നതെന്തോ അത് അസത്യവും, മാറാത്തതെന്തോ അത് സത്യം. ഇതാണ് ഇവിടെ അടിസ്ഥാനപരമായി സ്വീകരിച്ചിരിക്കുന്ന യുക്തികൾ. എന്താണ്? അറിവ് മാറുന്നിടത്ത് വിഷയവും മാറുന്നു, മാറിപ്പോകുന്നത് അസത്യം. അറിവ് മാറുന്നില്ലേ, അവിടെ വിഷയവും മാറുന്നില്ല, മാറാത്തത് സത്യം. അപ്പോൾ ഇവിടെ എല്ലാ അറിവുകളിലും സത്യവും അസത്യവും കൂടിച്ചേർന്നാണ് അനുഭവപ്പെടുന്നത്. ഇതാണ് നമ്മൾ അധ്യാസ ഭാഷ്യത്തിൽ വളരെ വിശദമായി ചർച്ച ചെയ്തത്. അതിവിടെ വേറെ രീതിയിൽ അവതരിപ്പിക്കുകയാണ്. അവിടെ പറഞ്ഞു സത്യാനൃതേ മിഥുനീകൃത്യ എന്നിങ്ങനെ പറഞ്ഞു. അവിടെ നമ്മൾ ജാഗ്രത സുഷുപ്തി അനുഭവങ്ങളെ താരതമ്യപ്പെടുത്തിയാണ് നമ്മളതവിടെ ചർച്ച ചെയ്ത്. ഇവിടെ അങ്ങനെയല്ല, ബാഹ്യമായ വസ്തുക്കളും കുറിച്ചുള്ള അറിവ്, ആ അറിവിനെ കുറിച്ച് ചിന്തിച്ചാണ് ഇവിടെ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗം ഒരു കൂടി കേൾക്കുന്നതുണ്ടായിരുന്നു. ഇവിടെ വീണ്ടും ഇതിനെക്കുറിച്ച് ചോദ്യങ്ങളാണ്, സംശയങ്ങളാണ് വരുന്നത്. എന്താണ്? ഒരറിവിന്റെ വിഷയം മാറിപ്പോയി കഴിഞ്ഞാൽ ആ വിഷയം അസത്താണ്. ഒരറിവിന്റെ വിഷയം മാറാതിരുന്നാൽ അത് സത്താണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ അനുഭവങ്ങളിലും സത്തും അസത്തും, സത്യവും മിഥ്യയും ചേർന്നാണ് അറിയുന്നത്. അതിൽ ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതായ കുടം എന്നുള്ള അനുഭവത്തിൽ ആ ഉണ്മ അത് മാറാതെ നിൽക്കുന്നുണ്ട്, സത്യമാണ്. പക്ഷെ കുടം എന്നുള്ള ആ അനുഭവത്തിന് വിഷയമായ ആ വസ്തു മാറിപ്പോകുന്നതുകൊണ്ട് അത് അസത്താണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നു. ഘടേ വിനഷ്ടേ ഘടബുദ്ധു വ്യഭിചരന്ത്യാം സദ്ബുദ്ധിരവി വ്യഭിചരതീതി ചേത്. ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. പുസ്തകത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഉള്ളതായ പുസ്തകം. ഈ പുസ്തകം നശിച്ചുപോയി, തീ പിടിച്ച് നശിച്ചു. തീ പിടിച്ച് നശിച്ചാൽ പിന്നെ ഒന്നും ശേഷിക്കുന്നില്ലല്ലോ. സദ്ബുദ്ധി അതിന് ഒരിടത്തും മാറ്റമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകം തീ കത്തി നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എവിടെയാ സദ്ബുദ്ധി? കാരണം സദ്ബുദ്ധിയെ നമ്മൾക്ക് സദ്ബുദ്ധി നമുക്കുണ്ടാകുന്നത് അല്ലെങ്കിൽ സത്തിനെ അറിയാൻ നമുക്ക് കഴിഞ്ഞത് ഈ പുസ്തകത്തോട് ചേർത്താണ്. സത് പുസ്തകം ഇങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത്. പുസ്തകമേ നശിച്ചുപോയി കഴിഞ്ഞാൽ പുസ്തകത്തെക്കുറിച്ചുള്ള അറിവില്ല,
സത്തിനെക്കുറിച്ചുള്ള അറിവുമില്ല. അപ്പോൾ സത്തിനെക്കുറിച്ചുള്ള അറിവും നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ നേരത്തെ പറഞ്ഞ എന്താണ്? സത്തിനെക്കുറിച്ചുള്ള അറിവിന് മാറ്റമില്ലെന്നാണ്. പക്ഷെ ഇവിടെ ചോദ്യകർത്താവ് സത്തിനെക്കുറിച്ചുള്ള അറിവും മാറ്റമുണ്ടെന്ന് സമർത്ഥിച്ചിരിക്കുകയാണ്. എങ്ങനെ? പുസ്തകം നശിച്ചുപോയി. ഇപ്പൊ സത് പുസ്തകം എന്ന് പുസ്തകത്തെ അറിയുന്നില്ല. എങ്കിൽ സത്തിനെക്കുറിച്ചുള്ള ആ ബോധം നമുക്കില്ല. ആ ബോധം നഷ്ടപ്പെട്ടു. അപ്പൊ സത്തും നഷ്ടപ്പെട്ടു. സത്തും കൽപ്പിതമാണ്, മാറുന്നതുകൊണ്ട്. അതാണ് ഇവിടെ ഉപയോഗിക്കുന്ന ബുദ്ധി. ഇവിടെ ചോദിക്കുന്ന ചോദ്യം അതാണ്. ഘടേ വിനഷ്ടേ, കുടം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അത് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ, നശിച്ചു പോയി കഴിഞ്ഞാൽ, ഘടബുദ്ധോ വ്യഭിചരന്ത്യാം, അവിടെ കുടത്തെക്കുറിച്ചുള്ള അറിവില്ല. അതുകൊണ്ട് തന്നെ അതിനോട് ചേർന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന സദ്ബുദ്ധി, സത്തിനെക്കുറിച്ചുള്ള അറിവും സൻഘട എന്നാണ് അനുഭവപ്പെട്ടത്. അപി വ്യഭിചരതി, ആ അറിവ് മാറിപ്പോകുന്നു. ആ അറിവ് മാറിപ്പോകുന്നതുകൊണ്ട് സത്തും മാറിപ്പോയി, സത്തും കൽപ്പിതമായി. ഇതാണ് ചോദ്യം. ഇത് ചേത് പറയുന്നു, നിങ്ങളുടെ ആ കണ്ടുപിടുത്തം ശരിയല്ല. എന്തുകൊണ്ട്? പടാതോ അപി സദ്ബുദ്ധി ദർശനാത്, പറയുന്നത് ശരിയല്ല. കുടം നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ പുസ്തകം കരിഞ്ഞുപോയി. അപ്പോ ഉള്ളതായ പുസ്തകം എന്നുള്ള അനുഭവം നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഉണ്മയെക്കുറിച്ചുള്ള അനുഭവം ഇല്ല. അപ്പോൾ ആ അനുഭവം അവിടെ മാറുന്നു. അതുകൊണ്ട് ഉണ്മയും കൽപ്പിതമാണ് എന്ന് പറയുന്നത് ശരിയല്ല. എന്തുകൊണ്ട്? ആ ഒരു വസ്തു നശിച്ചു കഴിഞ്ഞാലും ആ സത് എന്നുള്ള അനുഭവം മറ്റൊരു വസ്തുവിൽ നിൽക്കുന്നു എന്നാണ്. സത്ത് എന്നുള്ള അനുഭവം മറ്റു വസ്തുക്കളോട് ചേർന്നിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. ഒരു വസ്തു നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉള്ളതായ വസ്തു എന്നുള്ള അനുഭവം നമുക്കുണ്ടാകുന്നില്ല. ആ വസ്തുവിനോട് ചേർന്നു. പക്ഷെ ആ അനുഭവം, ആ ഉണ്മയുടെ അനുഭവം മറ്റ് സർവ്വ വസ്തുക്കളോടും ചേർന്ന് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പടാതോ അപി സദ്ബുദ്ധി ദർശന, ഘടത്തിൽ ആ സദ്ബുദ്ധി, ഘടാനുഭവത്തിൽ സത്ത് വിഷയമാകുന്നില്ലെങ്കിലും പടാനുഭവത്തിൽ വസ്ത്രത്തെ അറിയുന്നിടത്ത് അല്ലെങ്കിൽ മറ്റൊരു വസ്തുവിനെ അറിയുന്നിടത്ത് പടാതു എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. സദ്ബുദ്ധി, സത്ത് എന്നുള്ള ബോധമുണ്ട്. ആ ബോധത്തിന് വിഷയമായി സത്ത് അവിടെ പ്രകാശിക്കുന്നുണ്ട്. അതുകൊണ്ട് സത്ത് എങ്ങും പോയിട്ടില്ല, സത്ത് ഉണ്ട് എന്നാണ്. അപ്പോ ചോദ്യം ചോദിച്ചാൽ ഒന്നുകൂടി നിർബന്ധം പിടിക്കും, വാശി പിടിക്കും. എന്താണ്? മറ്റൊരു വസ്തുവിൽ സത്തെന്നുള്ള അനുഭവം ഉണ്ട്, അത് ഞങ്ങൾ അംഗീകരിക്കാം. പക്ഷെ ആ നശിച്ചുപോയ വസ്തുവിനോടുകൂടി ചേർന്നില്ലല്ലോ. അപ്പോൾ ഒരു സ്ഥലത്ത് ഏത് വസ്തുവാണ് ഇവിടെ നഷ്ടപ്പെട്ടത്, നശിച്ചത്, അതിനോട് ചേർന്ന് സത്തെന്നുള്ള അനുഭവം ഇല്ലല്ലോ. ഉള്ളതായ കുടം നശിച്ചു കഴിഞ്ഞാൽ, പുസ്തകം നശിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും ഉള്ളതായ പുസ്തകം. അപ്പം ആ നശിച്ച വസ്തുവിനോട് ചേർന്ന് സത്തെന്നുള്ള അനുഭവം ഇല്ല. അതുകൊണ്ട് എന്തായാലും ഒരു സ്ഥലത്ത് ആ സത്തെന്നുള്ള അനുഭവം ഇല്ല. അതുകൊണ്ട് സത്തിനും മാറ്റമുണ്ട്. എന്തുകൊണ്ട്? സത്തെന്നുള്ള അനുഭവം ഇല്ലാത്തതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അതായത് നശിച്ച വസ്തുവിൽ, മറ്റു സ്ഥലങ്ങളിലായിക്കോട്ടെ, നശിച്ച വസ്തുവിൽ സത്ത് എന്നുള്ള അനുഭവം കാണുന്നില്ല. അതുകൊണ്ട് ആ വസ്തുവിനെ സംബന്ധിച്ച് സത്തിന്റെ അനുഭവം ഇല്ല. അതുകൊണ്ട് സത്ത് സത്യമല്ല എന്ന് പറഞ്ഞാലോ, അതിന് സമാനം പറയുന്നു, വിശേഷണ വിഷയായവ സാ സദ്ബുദ്ധി അതോപി ന വിനശ്യതി. അത്രയും ഭാഗം നിങ്ങളുടെ പുസ്തകത്തിൽ കാണത്തില്ല, അത്ര കൂടിയുണ്ട് പാഠഭേദം. വിശേഷണ വിഷയായവ സാ സദ്ബുദ്ധി അതോപി ന വിനശ്യതി. ഒന്ന് വിശദീകരിക്കുകയാണ്. ഇവിടെ സത്ത്
അത് സത്യമാണ്, മാറ്റമില്ലാത്തതാണ് എന്ന് സമർത്ഥിക്കുന്നത് എങ്ങനെ? ഒരു അനുഭവത്തെ എടുത്തിട്ടാണ്, ഒരു വിഷയ അനുഭവത്തെ എടുത്തിട്ടാണ്. ഇപ്പൊ പറയാൻ പോകുന്നതിന്റെ ചുരുക്കം അതാണ്. നമ്മുടെ മുന്നിൽ ഒരു അനുഭവത്തെ എടുത്തു വെച്ച് ആ അനുഭവത്തെ വിശകലനം ചെയ്തിട്ടാണ് ഒന്ന് അസത്യം ഒന്ന് സത്യം എന്ന് പറയുന്നത്. വസ്തു നശിക്കുന്നിടത്ത് എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് അനുഭവമേ ഉണ്ടാകുന്നില്ല. ഇല്ലാത്ത അനുഭവത്തെ എങ്ങനെ വിശകലനം ചെയ്യും? വിശകലനം ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഈ പറയുന്നതിന്റെ താല്പര്യം. അതായത് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് യുക്തിയുക്തമായി സംസാരിക്കണമെങ്കിൽ അടിസ്ഥാനമായ ചില പ്രമാണങ്ങളെ നമ്മൾ സ്വീകരിക്കണം. സ്വീകരിക്കാതെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ചർച്ച കാട് കയറിപ്പോവും. എവിടെയെങ്കിലും ചെന്ന് നിൽക്കും. തുടക്കവും ഒടുക്കവും തമ്മിൽ ബന്ധം കാണത്തില്ല. അപ്പൊ ഈ പ്രപഞ്ചം കൽപ്പിതമാണ്, അതിനാധാരമായിരിക്കുന്ന സത്ത ഉണ്മ അത് സത്യമാണ്. ഇതാണ് ഇവിടെ അദ്വൈതി സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ യുക്തിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഈ പറയുന്ന കാര്യം യുക്തിയെ എന്തിനു ബോധ്യപ്പെടുത്തണം? കാരണം യുക്തിപരമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് ഏത് കാര്യവും യുക്തിയെ ബോധ്യപ്പെടുത്തണം. യുക്തിയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അയാൾക്ക് അക്കാര്യത്തിൽ വിശ്വാസം വരും. അങ്ങനെ വിശ്വാസം വന്നു കഴിഞ്ഞാൽ, അതായത് ശ്രദ്ധ, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പ്രാപ്തിക്ക് വേണ്ടി ഒരു മനുഷ്യൻ പ്രവർത്തിക്കത്തുള്ളൂ, വിവേകിയായ ഒരു മനുഷ്യൻ. അല്ലാത്തവർ ഏതിനും ചാടിപ്പുറപ്പെടും. പക്ഷെ വിവേകിയായ ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിവേകത്തിന് ബോധ്യമായൊരു കാര്യത്തിൽ അയാൾ അതിന് പ്രവർത്തിക്കാൻ ഇറങ്ങത്തുള്ളൂ. അപ്പോൾ അദ്വൈത തത്വത്തെ ഒരാൾ അതിന്റെ സാക്ഷാത്കാരം, അതിന്റെ അനുഭവത്തെ ഒരാൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അവൻ വിവേകശാലിയാണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ആ അദ്വൈതത്തെ അവന്റെ വിവേകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിനുവേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? അവന്റെ അനുഭവത്തെ തന്നെ മുൻനിർത്തി ചിന്തിക്കാൻ പറയുകയാണ്. എന്തനുഭവം? സർവാനുഭവങ്ങളെയും, പ്രപഞ്ചാനുഭവത്തെ മുൻനിർത്തി തന്നെ അദ്വൈതത്തെ സമർത്ഥിക്കുകയാണ്. അത് ബുദ്ധിക്ക് ആദ്യം ബോധ്യപ്പെടട്ടെ. അല്ല കേവലമായ ഒരു വിശ്വാസം, അത് മന്ദമതികൾക്കേ അത് പറ്റും, വിവേകിക്ക് അത് പറ്റത്തില്ല. അതുകൊണ്ട് ആ അനുഭവത്തെ എടുത്ത് ഇവിടെ വിശകലനം ചെയ്തപ്പോ ആണ് ഇവിടെ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും വരുന്നത്. ആദ്യം അനുഭവം നമ്മുടെ മുമ്പിൽ വേണം. അനുഭവത്തെ വച്ചുകൊണ്ടാണ് ചിന്ത, ചർച്ച. അനുഭവത്തെ തന്നെ നിഷേധിക്കുന്നിടത്ത് പിന്നെ ചിന്തയ്ക്കും ചർച്ചയ്ക്കും പ്രസക്തിയില്ല. അപ്പൊ എനിക്ക് ഈ വസ്തു എന്റെ മുമ്പിലുണ്ട്, ഈ വസ്തുവിനെ കുറിച്ചുള്ള അനുഭവമുണ്ട്. ഈ അനുഭവത്തെ വിശകലനം ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ അനുഭവത്തിൽ ഉണ്മയും കൽപ്പിതമായ വസ്തുവും ഉണ്ടെന്ന്. ഈ വസ്തുവെ ഇല്ലെന്നിരിക്കട്ടെ, അപ്പൊ അവിടെ അനുഭവമില്ല, അപ്പൊ നമ്മുടെ ചർച്ചയും അവിടെ ഇല്ല. അതാണ് ഈ പറയുന്നതിന്റെ സാരം. അത് മനസ്സിലാക്കിയാൽ ഈ പറയുന്നത് മനസ്സിലാകത്തുള്ളൂ. വിശേഷണ വിഷയായവ സാ സദ്ബുദ്ധി, അത്ര ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ സാരം അതാണ്. അതായത് ഒരു അനുഭവം, ഈ പറഞ്ഞ അനുഭവങ്ങളിലെല്ലാം സൻ ഘടഃ, സൻ പടഃ, സൻ ഹസ്തി, ഇത് ഇങ്ങനെ തന്നെ പറയണമെന്നില്ല, തിരിച്ചും പറയാം. അങ്ങനെ ഘടഃ സൻ, പടഃ സൻ, ഹസ്തി സൻ, ശബ്ദത്തെ മുമ്പിലോ പിമ്പിലോ ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാലും ഈ രണ്ട് ശബ്ദങ്ങളും പറഞ്ഞല്ലോ രണ്ടർത്ഥത്തെ ബോധിപ്പിക്കുന്നു. പരമാർത്ഥത്തിൽ അവിടെ വസ്തു ഒന്നേ ഉള്ളൂ. ഈ രണ്ടർത്ഥങ്ങളിൽ ഒന്ന് വിശേഷ്യം, മറ്റൊന്ന് വിശേഷണം. ആ ശബ്ദത്തിനും വരാം, അർത്ഥത്തിനും വരാം. വെളുത്ത കുതിര എന്ന് പറയുന്നു, കുതിരയെ വെളുപ്പ് വിശേഷിപ്പിക്കുന്നു. കുതിര വിശേഷ്യം, വെളുപ്പ് വിശേഷണം. അതുപോലെ ഇവിടെ എന്താണ്? സൻ ഘടഃ, സൻ പടഃ, സൻ ഹസ്തി. ഘടത്തെ വിശേഷിപ്പിക്കുന്നത് സത്താണ്, സത്തായ കുടം. പടത്തെ വിശേഷിപ്പിക്കുന്നു സത്തായ പടം. പടം ചിത്രമല്ല, വസ്ത്രമാണ്. സൻ ഹസ്തി, സത്തായ ആന. അപ്പോ ആനയെയും വസ്ത്രത്തെയും എല്ലാം വിശേഷിപ്പിക്കുന്ന ആ സത്ത്
അത് വിശേഷണം. ആന, വസ്ത്രം തുടങ്ങിയ അതെല്ലാം വിശേഷ്യം. അപ്പോൾ വിശേഷ്യത്തെയും വിശേഷണത്തെയും മനസ്സിലാക്കണം. ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ശബ്ദത്തിലും അർത്ഥത്തിലും വിശേഷണ വിശേഷ്യ ബന്ധമുണ്ട്. സൻ എന്ന് പറയുന്ന ശബ്ദം വിശേഷണം, പടഹ എന്ന് പറയുന്ന ശബ്ദം വിശേഷ്യം, സത്ത് എന്ന് പറയുന്ന ആ ശബ്ദത്തിലൂടെ നമ്മൾ അറിയുന്ന ആ അറിവിന്റെ വിഷയമായിരിക്കുന്ന അത്, ആ വസ്തു എന്ന് നമുക്കതിനെ വിളിക്കാം, വസ്തു അല്ലെങ്കിലും അതെന്താണ്? അത് വിശേഷണം. അവിടെ നിൽക്കുന്ന ആ വസ്തു, വസ്ത്രമോ ആനയോ എന്തോ ആയിക്കൊള്ളട്ടെ, അത് വിശേഷ്യം. ഇത് ശബ്ദബോധത്തിന്റെ ഒരു നിയമമാണ്, ശാബ്ദികന്മാരുടെ ഒരു നിയമമാണ്. ഇങ്ങനെ വിശേഷണ വിശേഷ രൂപത്തിൽ ഒരു വിഷയത്തെ നമ്മൾ അറിയുമ്പോൾ ഇവിടെ സത്തിനെ എങ്ങനെ അറിയുന്നു? വിശേഷണമായിട്ട് അറിയുന്നു. അതാണ് ഇവിടെ പറയുന്നത് വിശേഷണ വിഷയ. വിശേഷണമായ സത് എന്ന ശബ്ദത്തിന്റെ വിഷയമാണ്, അല്ലെങ്കിൽ വിശേഷണമായ സത്ത് എന്ന ആ അറിവ്, ആ അറിവിന്റെ വിഷയമാണ് ഇവിടെ നമ്മൾ സത്യമെന്ന് പറയുന്നത്. അതാണ് വിശേഷണ വിഷയ ഏവ സാ സദ്ബുദ്ധി. ആ സദ്ബുദ്ധി എന്ന് പറയുന്നത്, സത്തിനെ കുറിച്ചുള്ള ബോധം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിലെ വിശേഷണത്തെയാണ് ബോധിപ്പിക്കുന്നത്. നമ്മുടെ അനുഭവം എന്താണ്? ഉള്ളതായ പുസ്തകം എന്നുള്ള അനുഭവം. ഈ അനുഭവത്തിൽ വിശേഷണമായിരിക്കുന്ന ആ ഉണ്മയെയാണ് ആ ബുദ്ധി, സത്ത് എന്നുള്ള ശബ്ദം കൊണ്ട് നമുക്കുണ്ടായ ആ ബുദ്ധി ബോധിപ്പിക്കുന്നത് എന്നാണ്. അതോപി ന വിനശ്യതി. അതുകൊണ്ടും എന്താണ് ഇവിടെ വിശേഷണത്തെ ബോധിപ്പിക്കുന്ന ആ ബുദ്ധി വിശേഷ്യത്തെ കൂടി ബോധിപ്പിക്കുന്ന ആ അറിവിലേ ഉള്ളൂ. വിശേഷ്യത്തോടുകൂടി ചേർന്നേ അത് അറിയപ്പെടുന്നുള്ളൂ. ആ വിശേഷ്യം വിശേഷണം രണ്ടും ഒരുമിച്ചേ നമുക്ക് അനുഭവപ്പെടുന്നുള്ളൂ. അങ്ങനെ ഒരു അനുഭവത്തെയാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. വിശേഷ്യം അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ വിശേഷണത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ ഒരു അനുഭവമില്ല. അതുകൊണ്ട് ആ സ്ഥലത്ത് ആ വിശേഷണമായിരിക്കുന്ന ആ വസ്തു അതില്ലാതായി എന്ന് കരുതരുത്, സത്ത് അവിടെ ഇല്ല എന്ന് കരുതരുത്. കാരണം അങ്ങനെ ഒരു അനുഭവം നമ്മുടെ മുമ്പിലില്ല. അനുഭവത്തെ ആദ്യം കൊണ്ടുവരുമോ, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം എന്നാണ്. അതിനോട് പറയുന്നത് വിശേഷണ വിഷയേവ സാ സദ്ബുദ്ധി. ഏത് സമയവും നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സത് എന്ന് പറയുന്ന വിശേഷണത്തെയാണ് ആ ബോധം പ്രകാശിപ്പിക്കുന്നത്. അങ്ങനെ വിശേഷണവും വിശേഷ്യവും, സത്തും പുസ്തകവും രണ്ടും കൂടി ചേർന്ന് വരുന്ന ഒരു അനുഭവം, ആ അനുഭവത്തെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഇല്ലാത്ത ഒരു അനുഭവത്തെ ചർച്ച ചെയ്തിട്ട് അവിടെ സത്ത് ഇല്ല, അത് അസത്യമാണ് എന്ന് സമർത്ഥിക്കുന്നത് യുക്തിയല്ല എന്നാണ് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം. അതുകൊണ്ട് ആ വസ്തു നശിച്ചുപോയി കഴിഞ്ഞാൽ പിന്നെ സദ്ബുദ്ധി ഉണ്ടോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. വസ്തു നശിച്ച് പിന്നെ വസ്തുവിനോട് ചേർന്ന് സത്ത്, അങ്ങനെ ഒരു അനുഭവം നമുക്കില്ല. ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഈ കാര്യം വേണമെങ്കിൽ വേറെ തരത്തിൽ ചർച്ച ചെയ്യാം. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വേറെ തരത്തിൽ ഇതിനെ ചർച്ച ചെയ്യാം. എങ്ങനെയാണ്? എന്റെ മുമ്പിലുണ്ടായിരുന്ന പുസ്തകം നശിച്ചുപോയി കഴിഞ്ഞാൽ പിന്നെ ആ സത്തെന്ന് പറയുന്ന അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് അനുഭവമാണോ ഉള്ളത് ആ അനുഭവത്തിൽ സത്തെന്നുള്ള അനുഭവം കാണും. പിന്നീട് എന്ത് അനുഭവമാണ് ശേഷിക്കുന്നത്? പുസ്തകം നശിച്ചു കഴിഞ്ഞു. നശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് അനുഭവമാണ് ശേഷിക്കുന്നത്? പുസ്തകത്തിന്റെ നാശത്തെക്കുറിച്ചുള്ള അനുഭവം. നമ്മൾ എന്ത് പറയും? പുസ്തകം ഇല്ല, അത് പോയി. പിന്നെ എന്ത് സംഭവിച്ചു? പുസ്തക നാശം സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ നിലനിൽക്കുന്ന എന്താണ്? പുസ്തകത്തിന്റെ നാശം. അവിടെ ഉണ്മ ഏതിനാണ്? പുസ്തകത്തിനല്ല,
പുസ്തകത്തിന്റെ നാശം, അല്ലെങ്കിൽ പുസ്തകത്തിന്റെ ഇല്ലായ്മ, പുസ്തകത്തിന്റെ അഭാവം, ആ അഭാവത്തോടു കൂടി ചേർന്ന് എന്ത് ചെയ്യും? സത്ത് പ്രകാശിക്കും. കാരണം അവിടെ നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് പുസ്തകത്തിന്റെ ഇല്ലായ്മയെ, നാശത്തെക്കുറിച്ചുള്ള അനുഭവമാണ്. ആ അനുഭവത്തിന് ആ ഉണ്മയുണ്ട്. കാരണം അതിനെ നമ്മൾ അംഗീകരിക്കുന്നു. പുസ്തകനാശത്തെ നമ്മൾ അംഗീകരിക്കുന്നു. എന്ത് പറയും? സൻ പുസ്തക അഭാവ എന്ന് പറയും. പുസ്തകത്തിന്റെ അഭാവം, ഉള്ളതായ പുസ്തകാഭാവം. പുസ്തകമാണ് പുസ്തകാഭാവം. പുസ്തകത്തിന്റെ അഭാവത്തെയും നമുക്ക് സത്തിനോടുകൂടി ചേർത്ത് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ എന്ന് ചുരുക്കം. ഏതനുഭവവും ഉണ്മയോടുകൂടി ചേർത്തേ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ പുസ്തകത്തിന്റെ നാശത്തെ അല്ലെങ്കിൽ പുസ്തകത്തിന്റെ ഇല്ലായ്മയെയും നമുക്ക് ഉണ്മയോട് ചേർത്തേ മനസ്സിലാക്കാൻ പറ്റും. അവിടെ പ്രകാശിക്കുന്നുണ്ട് ആ സത്ത്. അപ്പൊ ആ സത്തെങ്ങും പോയിട്ടില്ല. പുസ്തകം നശിച്ചു, പുസ്തകത്തിൽ സത്തില്ല എങ്കിൽ പുസ്തകത്തിന്റെ ഇല്ലായ്മയിൽ ആ സത്തുണ്ട്. ആ തരത്തിലും ഈ ഭാഗത്തെ മനസ്സിലാക്കാം. എന്തായാലും എന്താണ്? അതൊരു വിശേഷണ രൂപത്തിലാണ്. ഒരു അനുഭവത്തിൽ വിശേഷണ രൂപത്തിൽ ആ സത്തുണ്ടായിരിക്കും. അതിന് മാറ്റമില്ല എവിടെയായാലും. ഒരനുഭവം ഇല്ല, നിങ്ങൾക്കൊരു അനുഭവത്തെ എടുത്ത് കാണിക്കാനില്ലെങ്കിൽ അവിടെ നമ്മളിത് ചർച്ച ചെയ്യേണ്ട കാര്യവും ഇല്ല എന്നാണ് ഭാഷ്യകാരൻ യുക്തിയുക്തമായി സമർത്ഥിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന എന്താണ്? ഒരു വസ്തു നശിച്ചു കഴിഞ്ഞാൽ വസ്തുവിനെക്കുറിച്ചുള്ള ബോധമില്ല, ഉണ്മയെക്കുറിച്ചുള്ള ബോധവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഭാഷ്യകാരൻ പറഞ്ഞ സമാനം എന്താണ്? ശരി, നശിച്ച വസ്തുവിൽ ആ ഉണ്മയെക്കുറിച്ചുള്ള ബോധമില്ലെങ്കിൽ നശിക്കാത്ത വസ്തുക്കളിലുണ്ടല്ലോ പടാതോവി സദ്ബുദ്ധി ദർശന. അവിടെ ഒരു ചോദ്യം വീണ്ടും ചോദിക്കുകയാണ്. സദ്ബുദ്ധിവൻ ഘടബുദ്ധിരവി ഘടാന്തരേ ദൃശ്യരീതി. ഇതേ യുക്തി നമുക്ക് വേറെ തരത്തിന് ഉപയോഗിക്കാം. എന്താണ്? പുസ്തകമുണ്ട് എന്നുള്ള അനുഭവം, പുസ്തകം നശിച്ചുപോയി, പിന്നെ ഇവിടെ സദ്ബുദ്ധിയില്ല. പറയുന്നു വേറെ അനുഭവങ്ങളിൽ സദ്ബുദ്ധിയുണ്ട്, വേറെ അനുഭവങ്ങളിൽ സദ്ബുദ്ധിയുണ്ട്. അതുകൊണ്ട് സദ്ബുദ്ധി സത്യമാണ്. പുസ്തകം എന്നുള്ള ബുദ്ധി അവിടെ ഇല്ല, അതുകൊണ്ട് പുസ്തകം അസത്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നു നശിച്ചുപോയ പുസ്തകത്തിൽ പുസ്തകം എന്നുള്ള ബുദ്ധിയില്ലെങ്കിലും മറ്റു പുസ്തകങ്ങളും കൂടെ ഉണ്ടല്ലോ. മറ്റുള്ളവരുടെ മുമ്പിൽ പുസ്തകങ്ങളുണ്ട്, അവിടെ പുസ്തകം എന്നുള്ള ബോധമുണ്ട്. അപ്പോൾ പുസ്തകം എന്നുള്ള ബോധത്തിനും മാറ്റമില്ല, വിശേഷ്യത്തെക്കുറിച്ചുള്ള ബോധത്തിനും മാറ്റമില്ല. കാരണം ഒരറിവ് മാറാതെ നിൽക്കുകയാണെങ്കിൽ ആ അറിവിന്റെ വിഷയം സത്യം. അതാണ് ഇവിടുത്തെ യുക്തി. പുസ്തകം നശിച്ചുപോയി, പുസ്തകത്തെക്കുറിച്ച് അറിവില്ല എന്ന് പറയുന്നത് ശരിയല്ല. എന്തുകൊണ്ട്? മറ്റു പുസ്തകങ്ങളുണ്ട്, അവിടെ പുസ്തകം എന്നറിയുന്നുണ്ട്. അപ്പോൾ പുസ്തകത്തെക്കുറിച്ചുള്ള അറിവിനും മാറ്റമില്ല. സത്തെന്നുള്ള അനുഭവം ഒരു വസ്തു നശിച്ചു കഴിഞ്ഞാലും മറ്റുള്ളതിൽ അനുവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ പുസ്തകം എന്നുള്ള അനുഭവം ഒരു പുസ്തകം നശിച്ചു കഴിഞ്ഞാൽ മറ്റു പുസ്തകത്തിൽ അനുവർത്തിക്കുന്നു. അപ്പം അതും സത്യമാണെന്ന് പറയേണ്ടി വരും. ഇതാണ് ഇവിടെ പ്രയോഗിക്കുന്ന ഒരു യുക്തി. ഒരു ചോദ്യകർത്താവ് ചോദിക്കുകയാണ്. അതാണ് സദ്ബുദ്ധിവത് ഘടബുദ്ധിരവി. സദ്ബുദ്ധി എങ്ങനെയാണോ മറ്റ് ബോധങ്ങളിൽ, മറ്ററിവുകളിൽ വിശേഷണ രൂപത്തിൽ തുടർന്ന് നിൽക്കുന്നത്, അനുവർത്തിക്കുന്നത്, അന്വയിക്കുന്നത്, അതുപോലെ ഘടബുദ്ധിരവി കുടത്തെക്കുറിച്ചുള്ള ആ അറിവും ഘടാന്തരേ നശിച്ച കുടം പോട്ടെ, ബാക്കി ലോകത്ത് എത്രയോ കുടങ്ങളുണ്ട്, അവിടെയെല്ലാം കുടം അതിനെ അറിയുന്നുണ്ട്. ദൃശ്യതേ, അതുകൊണ്ട് ആ അറിവിന് വിഷയമായിരിക്കുന്ന കുടം സത്യമാണ്. എന്നാണെങ്കിലോ ഇത് ചേത് അത് ശരിയല്ല. എന്തുകൊണ്ട്? പടാതു അദർശന. അങ്ങനെ നിങ്ങൾക്ക് തർക്കിക്കാൻ പറ്റത്തില്ല. പുസ്തകത്തെക്കുറിച്ചുള്ള ഈ ബോധം ഈ പുസ്തകം നശിച്ചു കഴിഞ്ഞാലും അടുത്തിരിക്കുന്ന പുസ്തകത്തിലുണ്ട്, ആ ബോധത്തിന് മാറ്റമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പുസ്തകം സത്യമാണ്, മാറാത്ത അറിവിന്റെ വിഷയമായ പുസ്തകം സത്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. എന്തുകൊണ്ട്? പുസ്തകത്തെക്കുറിച്ചുള്ള ബോധം പുസ്തകത്തെ അറിയുമ്പോഴേ ഉള്ളൂ, മേശയെ അറിയുമ്പോൾ ഇല്ല. മേശയെ അറിയുമ്പോൾ പുസ്തകത്തെക്കുറിച്ചുള്ള ബോധമില്ല. അവിടെ എവിടെ പുസ്തകത്തെക്കുറിച്ചുള്ള ബോധം? അപ്പൊ മേശയെക്കുറിച്ച് അറിയുന്ന സ്ഥലത്ത് പുസ്തകത്തെക്കുറിച്ചുള്ള അറിവില്ല, അതുകൊണ്ട് തന്നെ അവിടെ പുസ്തകവുമില്ല. അതുകൊണ്ടെന്താണ്? പുസ്തകവും അതുപോലെ തിരിച്ച് മേശയെ അറിയുന്ന സമയത്ത്
പുസ്തകത്തെക്കുറിച്ചുള്ള ബോധമില്ല. അവിടെ മേശയേ ഉള്ളൂ. അതുകൊണ്ട് ഇത് രണ്ടും സത്യമല്ല. സത്ത് അങ്ങനെയല്ല. സത്ത് പുസ്തകത്തെ അറിഞ്ഞപ്പോഴുമുണ്ട്, മേശയെ അറിഞ്ഞപ്പോഴുമുണ്ട്. രണ്ടിടത്തും സത്ത് ഉണ്മ അത് വിശേഷണ രൂപത്തിൽ പ്രകാശിക്കുന്നുണ്ട് എന്നർത്ഥം. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, ഈ നാശത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഉണ്മയോടുകൂടി ചേർന്ന് മാത്രമേ നമുക്കൊരു അനുഭവം ഉണ്ടാകത്തുള്ളൂ. ഒരു വസ്തുവിനെ അറിയുമ്പോൾ ഉണ്മ വിഷയരൂപത്തിൽ അറിയുന്നു. വാസ്തവത്തിൽ ഈ ഉണ്മ വിഷയരൂപത്തിൽ അറിയുന്ന ഈ ഉണ്മ എന്ന് പറയുന്നത് അറിവ് തന്നെ, അറിവിൽ നിന്ന് വേറിട്ടൊരു വസ്തുവല്ല. സത്ത് ചിത്ത് ആനന്ദം എന്ന് പറയുന്ന, സത്ത് ചിത്ത് ആനന്ദം എന്ന് പറയുന്ന മൂന്ന് വസ്തുവല്ല, ഒരു വസ്തു തന്നെ. സത്തായും ചിത്തായും ആനന്ദമായും അനുഭവപ്പെടുന്നത്, അതിനെ സത്തെന്നോ ചിത്തെന്നോ ആനന്ദമെന്നോ ഒരു പേര് പറഞ്ഞാലും അത് ശരിയല്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ഇവിടെ ബാഹ്യവിഷയങ്ങളെ അല്ലെങ്കിൽ ബാഹ്യമായി നമുക്ക് തോന്നുന്ന വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നതിന് ഈ സത്ത ആ വിഷയങ്ങളോട് ചേർന്ന് നിൽക്കുകയാണ്. എന്നിട്ടത് സ്വയം വിഷയമാകുകയാണ്. ആ സത്ത തന്നെയാണ് അറിവായി വിഷയിയായിട്ട് വിരിക്കുന്നത്. ഇതിനെയെല്ലാം അറിയുന്ന അറിവായിട്ട് വിരിക്കുന്നത് അത് തന്നെ. അതേസമയം വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി അത് വിഷയങ്ങളോട് ചേർന്ന് നിന്നിട്ട് അത് സ്വയം ഈ അറിവിന് അത് വിഷയമാകുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് അറിവിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ഈ സത്തയോടുകൂടി ചേർന്ന് മാത്രമേ വിഷയങ്ങളെ നമുക്ക് അറിയാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ അവിടെ വിഷയങ്ങൾ എന്താണ് ചെയ്യുന്നത്? വിഷയങ്ങൾ സത്തയെ വ്യഞ്ജിപ്പിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു. വിഷയങ്ങൾ സത്തയെ പ്രകാശിപ്പിക്കുന്നു. ഇതാണ് മറ്റൊരു തരത്തിൽ കസ്തൂരിമാന്റെ ഉപമ പറയുന്നത്. കസ്തൂരിമാന്റെ ഗന്ധം, സുഗന്ധം, ആ സുഗന്ധത്തെ അതറിഞ്ഞുകൊണ്ട് അത് അന്വേഷിച്ച് നടക്കുന്നു. അത് എവിടെയാണെന്ന് അതിന് പിടികിട്ടുന്നില്ല. അതുപോലെ മനുഷ്യൻ അന്വേഷിക്കുന്ന എന്താണ്? ഉണ്മയാണ് അന്വേഷിക്കുന്നത്. അത് അന്വേഷിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് അവനൊരു ബോധം വേണം. അസ്തിത്വത്തെയാണ് അവൻ അന്വേഷിക്കുന്നത്. ആ അസ്തിത്വത്തെ അവൻ എവിടെ നിന്ന് അറിയുന്നു? അറിഞ്ഞാലേ അന്വേഷിക്കാൻ പറ്റൂ. അറിയാതെ ഒരാൾക്കൊന്നിനെ അന്വേഷിക്കാൻ പറ്റത്തില്ല. അതിന്റെ ഏകദേശ ജ്ഞാനം വേണം. ആ അസ്തിത്വത്തെ അവൻ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ? വിഷയാനുഭവത്തിൽ. ഈ അസ്തിത്വം എന്ന് പറയുന്ന വാസ്തവത്തിൽ എന്താണ്? ആ അസ്തിത്വം താൻ തന്നെയാണ്. അതവന് പിടികിട്ടുന്നില്ല. വിഷയാനുഭവത്തിലൂടെ നിരന്തരം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അസ്തിത്വം എന്ന് പറയുന്നത് തന്റെ സ്വരൂപമാണ്. ഈ അസ്തിത്വം അവനെ നിരന്തരം ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത്? അവനെക്കുറിച്ച് ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ കാര്യങ്ങൾ തലതിരിഞ്ഞുപോയി, കീഴ്മറിഞ്ഞിരിക്കുകയാണ്. തന്റെ സ്വരൂപമായിരിക്കുന്ന അസ്തിത്വത്തെ ബാഹ്യമായി അവൻ പറയുന്നു. ബഹിരിവോദ്ഭൂതം എന്ന് അവിടെ പറഞ്ഞ അങ്ങനെയാണ്. പുറമെ ഇരിക്കുന്നതായിട്ട് അവന് തോന്നുന്നു. അതെന്താ അങ്ങനെ സംഭവിക്കുന്നു? അതിനാണ് മായ എന്ന് പറയുന്നത്. തന്റെ സ്വരൂപത്തെ ബാഹ്യമായി കാണുന്നു. അങ്ങനെ തന്റെ സ്വരൂപത്തെ ബാഹ്യമായി അവൻ നിരന്തരം സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്വൈതത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയും എന്താണ്? സർവ്വജീവന്മാരും സദാ അദ്വൈത സാക്ഷാത്കാരത്തിലാണ്. പ്രതിക്ഷണം ഓരോ അനുഭവത്തിലും വേറെ തരത്തിൽ പറയും പ്രതിബോധ വിദിതം മതം അമൃതത്വം ഹി വിന്ദതേ. ഈ അമൃതത്വം എന്ന് പറയുന്നത്, മോക്ഷം എന്ന് പറയുന്നത് പ്രതിബോധ വിദിതമാണ്. പ്രതിക്ഷണം അവന് തന്നെ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്.
ഇതിനെ തലതിരിച്ച് നിർത്തിയിരിക്കുകയാണ്. കുതിരയുടെ മുമ്പിൽ വണ്ടി കെട്ടിയിരിക്കുകയാണ്, തലതിരിഞ്ഞുപോയി. അപ്പോൾ ഒരു ക്ഷണം പോലും ആവശ്യമില്ലാത്ത ഒരു മറ, അത് കാര്യങ്ങളെ തലതിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന സംസാരം, ബന്ധനം എന്നെല്ലാം പറയുന്നു. തന്റെ സ്വരൂപമായിരിക്കുന്ന അസ്തിത്വം സദാ സർവ്വ അനുഭവങ്ങളിലും സ്ഫുരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് താനായിട്ട് തോന്നുന്നില്ല, ബാഹ്യമായും കുടമായും പടമായും എല്ലാം തോന്നുന്നു. തന്റെ അസ്തിത്വത്തെ വെളിപ്പെടുത്തുന്നതിന് തന്റെ അറിവ് തന്നെ സൃഷ്ടിക്കുന്ന ബാഹ്യ വസ്തുക്കളുടെ സഹായത്തിന് വേണ്ടി വന്നിരിക്കുന്നു. അതാണ് അതിന് വ്യഞ്ചകം എന്ന് പറഞ്ഞത്. അതിന്റെ സഹായത്തോടു കൂടാതെ ഒരുവന് തന്റെ അസ്തിത്വം സ്ഫുരിക്കുന്നതാണ് ജ്ഞാനം. അതാണ് തത്വജ്ഞാനി എന്ന് പറയുന്നത്. ഈ പറയുന്ന വ്യഞ്ചകങ്ങളോടുകൂടി ചേർന്ന് അസ്തിത്വം സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അജ്ഞാനം എന്ന് പറയുന്നത്. ഇതാണ് ജ്ഞാനവും അജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം. ഇത്രയേ ഉള്ളൂ. അതായത് ഈ പറയുന്ന തത്വം ഒരു സമയവും നമ്മളിൽ നിന്ന് ഒളിഞ്ഞിരിക്കുന്നില്ല എന്നർത്ഥം. അതിന് ഒളിക്കാൻ വേറെ ഇടമില്ല, മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ഈശ്വരബോധത്തിന് ഒരിക്കലും ജീവനിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റത്തില്ല. എവിടെ ഒളിക്കും? അതിന് മാറാൻ ഇടമില്ല, സ്ഥലമില്ല. അത് സദാ സ്ഫുരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അവിടെ ഒരു ആശയക്കുഴപ്പം, വിശദീകരിക്കാൻ കഴിയാത്ത ഒരു ആശയക്കുഴപ്പം, അതിനാണ് മായ. അതുകൊണ്ടാണ് അതിന് മായ, അനിർവചനീയമായ മായ എന്ന് വിളിക്കുന്ന അതാണ്. ഈ തലതിരിയൽ അതാണ്. അതുകൊണ്ടാണിത് ചിന്തിച്ച് വിചാരം ചെയ്യുന്ന ഒരുവനിത് വളരെ തുച്ഛമായി തോന്നുന്നത്. ഈ പറയുന്ന ഘോരമായ ഭീകരമായ സംസാരം എന്ന് പറയുന്നത് എന്താണോ, ചിന്തിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമാണ്. ഇവിടെ ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊരുവന് ബോധ്യപ്പെടുന്ന അങ്ങനെയാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ആ വിഷയങ്ങളോട് ചേർന്ന് സ്വരൂപ അനുഭവം സദാ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവിടെ വിഷയങ്ങളെ അവലംബിക്കേണ്ടി വരുന്നു. അതൊരു വ്യഞ്ചകമായി നിൽക്കുന്നു. സ്വസ്വരൂപത്തെ, സത്തയെ, സ്വന്തം ഉണ്മയെ അഭിവ്യഞ്ജിപ്പിക്കുന്നതായി ആ വിഷയങ്ങൾ നിൽക്കുന്നു. അവിടെയാണ് തകരാറ് പറ്റിയിരിക്കുന്നത്. വിഷയാലംബനം കൂടാതെ അതൊരുവനിൽ പ്രകാശിച്ചാൽ, അല്ലെങ്കിൽ അതിന്റെ തത്വത്തെ ഒരുവൻ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അവനെ നമ്മൾ തത്വജ്ഞാനി എന്ന് വിളിക്കും. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അല്പം ദുർഗ്രഹമായ ഒരു രീതിയിൽ ഈ വിഷയത്തെ ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബ്രഹ്മസൂത്രത്തിൽ ഇത് ചർച്ച ചെയ്തു. അജ്ഞാതമായ ബ്രഹ്മത്തെയാണോ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്? അതെ, ജ്ഞാതമായ ബ്രഹ്മത്തെയാണ്. ബ്രഹ്മജിജ്ഞാസ എങ്ങനെയുണ്ടായി, എവിടെയുണ്ടായി? ജ്ഞാതമായ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജിജ്ഞാസയാണെങ്കിൽ പിന്നെ അറിയേണ്ട കാര്യമില്ല. അജ്ഞാതമായ ബ്രഹ്മമാണെങ്കിൽ പിന്നെ എങ്ങനെ ജിജ്ഞാസയുണ്ടാകും? അജ്ഞാതമായ ഒരു വിഷയത്തിൽ ജിജ്ഞാസ ഉണ്ടാകത്തില്ല. ഇങ്ങനെയെല്ലാം അവിടെ ചർച്ച ചെയ്ത് ഈ കാര്യം തന്നെ. അപ്പൊ സത്താസ്ഫുരണം, സത്തയുടെ അനുഭവം നിരന്തരം സർവ്വജീവന്മാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് വിഷയത്തോട് ബന്ധപ്പെട്ട് തന്റെ സ്വരൂപമാണെന്നുള്ളത് അറിയുന്നില്ല, അല്ലെങ്കിൽ അതിനെ വിസ്മരിച്ചിരിക്കുന്നു എന്നോ, അല്ലെങ്കിൽ അതിനറിയുന്നില്ലെന്നോ ഏത് തരത്തിൽ വേണമെങ്കിലും പറയാം. അത് തന്നെയാണ് ഇവിടെയും വിശദമാക്കുന്നത്. അതുകൊണ്ട് ആ വിഷയത്തോട് ചേർന്നിരിക്കുന്ന സത്ത, അത് തന്നെയാണ് ഇവിടെ അദ്വൈതി പറയുന്ന ഈശ്വര തത്വം. അതുകൊണ്ട് ഇവിടെ എന്ത് പറഞ്ഞു നിർത്തി? സദ്ബുദ്ധിവത് ഘടബുദ്ധിരവി ഘടാന്തരേ ദൃശ്യരീതിയെ ന പടാതു അദർശന. സദ്ബുദ്ധി എങ്ങനെയാണോ ഒന്നിൽ നിന്ന് മാറി വേറൊന്നിൽ സർവത്തിലും ഒരുപോലെ അനുവർത്തിക്കുന്നത്, അതുപോലെ ഒരു ഘടം നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും മറ്റൊരു ഘടത്തിൽ ഘടബുദ്ധിയുണ്ട്, അതുകൊണ്ട് അത് സത്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. പടത്തിൽ ഘടബുദ്ധിയില്ല, അവിടെ അതില്ല, അതുകൊണ്ട് അസത്യമാണ് എന്നാണ്.
വീണ്ടും അവിടെ ചോദിക്കുന്നു സദ്ബുദ്ധിരവി നഷ്ടേ ഘടേന ദൃശ്യതയിരി ചെയ്ത് എന്നാണ്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത കാര്യം തന്നെ. സദ്ബുദ്ധിയും എന്ത് ചെയ്യുന്നു? കുടം നശിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്നില്ലല്ലോ. എന്നാ അത് ശരിയല്ല. എന്തുകൊണ്ട്? വിശേഷ്യഭാവ. അവിടെ അനുഭവമേ ഇല്ല. കുടം നശിക്കുന്നിടത്ത് കുടത്തെക്കുറിച്ചുള്ള അനുഭവമില്ല. അനുഭവമില്ലെങ്കിൽ പിന്നെ അവിടെ സത്തിനെക്കുറിച്ചും കൽപ്പിതമായ വസ്തുവിനെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ടെന്ന് ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ട്? വിശേഷ്യഭാവ. വിശേഷമായിരിക്കുന്ന കുടം അവിടെ ഇല്ല. കുടത്തെക്കുറിച്ചുള്ള അനുഭവമില്ല. അനുഭവമില്ലാത്തതുകൊണ്ട് സൻഘടം എന്നുള്ള അനുഭവമില്ല. അപ്പോൾ ആ അനുഭവത്തെ നിലനിർത്തിക്കൊണ്ടുള്ള ചർച്ചയ്ക്ക് അവിടെ പ്രസക്തിയില്ല. അവിടെ സത്തിനെ വ്യഞ്ജിപ്പിക്കുന്ന വിശേഷ്യമായ കുടം അവിടെ ഇല്ല എന്നർത്ഥം. അതൊന്നുകൂടി വിശദീകരിക്കുന്നു. സദ്ബുദ്ധി വിശേഷണ വിഷയാ സതി വിശേഷ്യാഭാവേ വിശേഷണ അനുഭവത്തു കിം വിഷയാ സ്യാത്. ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. സദ്ബുദ്ധി സൻഘട എന്ന് പറയുന്നിടത്ത് ഉള്ള ആ സത്തിനെ കുറിച്ചുള്ള അറിവ് വിശേഷണ വിഷയ. ആ അറിവ് വിശേഷണത്തെ വിഷയമാക്കുന്നതാണ്. വിശേഷണത്തെ വിഷയമാക്കുന്നത്, വിശേഷണമായിരിക്കുന്ന സത്തിനെ വിഷയമാക്കുന്നതാണ്. ശ്രദ്ധിക്കണം, ഇവിടെയെങ്ങും മലയാളം വ്യാഖ്യാനം എടുത്ത് വായിച്ചു കളയരുത്. സംഗതി ഇതുവരെ കിട്ടിയതുകൂടി പോകും, നഷ്ടപ്പെട്ടു പോകും. സദ്ബുദ്ധി, സത്തെന്ന് പറയുന്ന ആ ബോധം വിശേഷണത്തെ, സൻഘട എന്ന അനുഭവത്തിലെ വിശേഷണമായിരിക്കുന്ന സത്തിനെ വിഷയമാക്കുന്നതാണ്. അങ്ങനെ ആയിരിക്കെ സതി, കാര്യങ്ങൾ ഇങ്ങനെയിരിക്കെ അത് വിശേഷണത്തെ വിഷയമാക്കുന്നതുകൊണ്ട് വിശേഷ്യ അഭാവേ, വിശേഷ്യമായ കുടം ഇല്ലാതിരിക്കെ, അത് നശിച്ചിരിക്കെ, വിശേഷണ അനുഭവത്തു, അവിടെ വിശേഷണമായ സത്വമില്ല. അങ്ങനെ ഒരു അനുഭവമേ ഇല്ല. കുടം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ സൻഘടം എന്നുള്ള ഒരു അനുഭവം ഇല്ല. വിശേഷണം എന്താണ്? സത്ത്. അത് അനുഭവത്തു, അതിന് പിന്നെ പ്രസക്തിയില്ല എന്നർത്ഥം. അങ്ങനെ ഒരു അനുഭവത്തിന് പ്രസക്തിയില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയത്തിനും പ്രസക്തിയില്ല. കിം വിഷയാസ്യാത്, ആ സദ്ബുദ്ധിക്ക് പിന്നെ അവിടെ എന്താ വിഷയം? വിശേഷണമില്ലെങ്കിൽ അവിടെ വിശേഷിയുമില്ല. അപ്പൊ സദ്ബുദ്ധി അവിടെ എന്തിനു വിഷയീകരിക്കും? അങ്ങനെ ഒരു അനുഭവമേ ഇല്ലല്ലോ എന്നാണ്. ഒരു അനുഭവത്തെ ആദ്യം കൊണ്ടുവരിക, പിന്നെ അതിനെ മുൻനിർത്തി ചർച്ച ചെയ്യാം. അനുഭവമില്ലെങ്കിൽ അവിടെ പിന്നെ സദ് അസത് എന്ന് പറയുന്ന ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. അതാണ് പറയുന്നതിന്റെ താല്പര്യം. അല്ലാതെ നത് പുനഃ സദ്ബുദ്ധേ വിഷയാഭാവ, കുടം നശിച്ചിടത്ത് സത്തെന്നുള്ള അനുഭവം നമുക്കുണ്ടാകാത്തത് സദ്ബുദ്ധിയുടെ വിഷയമായ സത്ത് അവിടെ ഇല്ലാത്തതുകൊണ്ടല്ല എന്നർത്ഥം. കുടം നശിച്ചിടത്ത് സത്തെന്ന് പറയുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകാത്തത് സത്തെന്ന് പറയുന്ന ഒരു വസ്തു അവിടെ ഇല്ലാത്തതുകൊണ്ട് അല്ല, മറിച്ച് അവിടെ സത് ഘടക എന്ന് പറയുന്ന ഒരു അനുഭവമേ ഇല്ല. അനുഭവം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിയുന്നില്ല. അനുഭവം ഉള്ളിടത്തേ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. ഇല്ലാത്ത അനുഭവത്തെക്കുറിച്ച് എങ്ങനെ ചർച്ച ചെയ്യും? അനുഭവത്തെ, പ്രത്യക്ഷമായ അനുഭവത്തെ മുൻനിർത്തിയാണ് ഇവിടുത്തെ ചർച്ച. കുടം നശിച്ചു, സൻഘട എന്ന് പറയുന്ന അനുഭവം ഇല്ല, അതുകൊണ്ട് അവിടെ പിന്നെ സത്തയെക്കുറിച്ചുള്ള ചർച്ചയില്ല. അല്ല, സത്ത എന്ന് പറയുന്ന ഒരു വസ്തു എവിടെയെങ്കിലും ഇല്ലാതായി എന്നതിന് അർത്ഥമില്ല. സത്തയ്ക്ക് മാറ്റം വന്നു എന്ന് അർത്ഥമില്ല. സദ്ബുദ്ധിക്ക് മാറ്റം വന്നു എന്നതിന് അർത്ഥമില്ല. അതാണ് പറയുന്നത് സദ്ബുദ്ധി, സത്തെന്ന് പറയുന്ന അനുഭവം വിശേഷണ വിഷയ സതി, വിശേഷണമായ സത്തിനെ വിഷയമാക്കുന്നതാണ് എന്നിരിക്കെ വിശേഷ്യ അഭാവേ, വിശേഷ്യമായ കുടം ഇല്ലാതിരിക്കെ വിശേഷണ അനുഭവത്തു, വിശേഷണമായ സത്തിന് അവിടെ യാതൊരു പ്രസക്തിയുമില്ലാത്തതിനാൽ കിം വിഷയാസ്യ, ആ സദ്ബുദ്ധിക്ക് എന്താണ് വിഷയമാകുന്നത്? ആകത്തില്ല. അതുകൊണ്ടാണ് അവിടെ സത്തിന്റെ അനുഭവം ഉണ്ടാകാത്തത്. എവിടെ? കുടം നശിച്ചിടത്ത്. നത് പുനഃ സദ്ബുദ്ധേ വിഷയാഭാവ, മറിച്ച് സദ്ബുദ്ധിയുടെ വിഷയമായ സത്ത് അവിടെ ഇല്ലാത്തത് കൊണ്ടല്ല എന്നർത്ഥം. വീണ്ടും അവിടെ ചോദിക്കുകയാണ്, ഏകാധികരണത്വം ഘടാതി വിശേഷ്യാഭാവേ ന യുക്തം ഇത് ചേത്. ഏകാധികരണത്വം, ഇതിനാണ് നേരത്തെ സമാനാധികരണത്വം എന്ന് പറഞ്ഞത്. സമാനാധികരണത്വം, അതിന് സമാനം എന്ന് പറയുന്നതിന് പകരം